ഓണാശംസകൾ അറിയിക്കട്ടെ. എന്താണ് ഇന്നത്തെ പരിപാടി എന്നെല്ലാം അറിഞ്ഞു തന്നെയാണ് എല്ലാവരും വന്നെങ്കിലും പലരിലും ഒരു ചെറിയ സംശയം നിൽക്കുന്നുണ്ട്. അതൊന്ന് ക്ലിയർ ചെയ്തിട്ട് പരിപാടിയിലേക്ക് കടക്കാം. സെൻറ്റ് സെബാസ്റ്റ്യൻ പുണ്യാളൻ്റെ നാമത്തിൽ ഈ വിദ്യാലയം ഇവിടെ 175 വർഷം പിന്നിടുകയാണ്. അതിൻ്റെ ചരിത്രത്തിലൂടെ ഒരു നിമിഷം നമുക്ക് പോകാം. പാലക്കാട് നഗരമധ്യത്തിൽ 1851 മുതൽ അക്ഷരവെളിച്ചം പകർന്നുകൊണ്ടിരിക്കുന്ന വിദ്യാലയ മുത്തച്ഛനാണ് സെൻറ്റ് സെബാസ്റ്റ്യൻ സീനിയർ ബേസിക് സ്കൂൾ പാലക്കാട്. 1851 റെവറൻഡ് ഫാദർ റാവൽ തമിഴ് മീഡിയം സ്കൂളും തൊപ്പിക്കാരിലെ വിദ്യാർത്ഥികൾക്കായി ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളും സ്ഥാപിച്ചു. 1865 സെൻറ്റ് സെബാസ്റ്റ്യൻ പള്ളിയുടെ വൈദികനായി സ്ഥാനമേറ്റ ശേഷം സ്കൂൾ പ്രവർത്തനം മെച്ചപ്പെടുത്താൻ പ്രസന്റേഷൻ സന്യാസി സമൂഹത്തെ അദ്ദേഹം നിയമിച്ചു. 1894 13 സന്യാസികളുള്ള ഒരു കോൺവെന്റ് സ്കൂളിനോട് ചേർന്ന് ആരംഭിച്ചു. 1898 ഏപ്രിൽ 1 തമിഴ് മലയാളം മീഡിയങ്ങളിലായി കുരുന്നുകൾക്ക് അറിവ് പകർന്നു നൽകാൻ കൽപ്പാത്തിയിലെ ബ്രാഹ്മണ അധ്യാപകരെ നിയമിച്ചു. 1933 റെവറൻഡ് ഫാദർ മരിയ സൂസൈ സെൻറ്റ് സെബാസ്റ്റ്യൻ സ്കൂളിനെ അപ്പർ പ്രൈമറിയായി ഉയർത്തുകയുണ്ടായി. 1944 സ്കൂളിനോട് ചേർന്ന് സെന്റ് റീത്താസ് ഓർഫനേജ് ആരംഭിച്ചു. 1995 1998 3 നിലകളിലുള്ള കെട്ടിടങ്ങളും 2008 ഓർഫനേജിനോട് ചേർന്ന് 2 നില കെട്ടിടവും നിർമ്മിച്ച് വിദ്യാലയം പുതുക്കി പണിതു. ഏതാണ്ട് 175 വർഷം സ്ഥലപരിമിതികൾ നിലനിൽക്കെ തന്നെ 1200ഓളം കുഞ്ഞുമക്കളെ ഓരോ വർഷവും ഈ വിദ്യാലയം അക്ഷരപുണ്യം നൽകി വിടുന്നു. 2017 ആയപ്പോഴേക്കും ഈ വിദ്യാലയത്തിൽ മലയാളം, തമിഴ്, ഇംഗ്ലീഷ് എന്നീ 3 മീഡിയങ്ങളായി ആൺകുട്ടികളും പെൺകുട്ടികളും ചേർന്ന് 1200-നടുത്ത് കുട്ടികൾ അറിവ് നേടുന്നതായി പാലക്കാടിൻ്റെ വിവിധ കോണുകളിൽ നിന്നും ഇവിടെ എത്തിച്ചേരുന്നു. ഇതാണ് നമ്മുടെ സെൻറ്റ് സെബാസ്റ്റ്യൻ വിദ്യാലയം. അതിൻ്റെ 175-ാം വാർഷികാഘോഷത്തിൻ്റെ ആരംഭമാണ് ഇന്നിവിടെ നമ്മൾ തുടങ്ങുന്നത്. ഒരു കാര്യം കൂട്ടത്തിൽ പറയേണ്ടത്, ഒരു വട്ടം കൂടി എന്നോർമകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം. ONV മോഹിച്ചിരുന്നു, പക്ഷെ ONV സാറിന് ആ മോഹം ശരി നടന്നില്ല. അതുകൊണ്ടാണ് അദ്ദേഹം വെറുതെ മോഹങ്ങളെന്നറിയുമ്പോഴും വെറുതെ മോഹിക്കുവാൻ മോഹം. പക്ഷേ നമ്മുടെ മോഹം വെറുതെ ആയില്ല. ഇന്നിതാവിടെ അക്ഷര തിരുമുറ്റത്തേക്ക് നിങ്ങൾ തന്നെ എല്ലാവരും ചേർന്ന് ഈ ഒരു വേദി ഒരുക്കി വെച്ചിരിക്കുന്നു. സെൻറ്റ് സെബാസ്റ്റ്യൻ പുണ്യാളന്റെ നാമത്തിൽ തുടങ്ങിയ ഈ വേദിയിൽ ഒരു പരിപാടി ആരംഭിക്കുന്നതും ആ തിരുനാമത്തിനെ പ്രണമിച്ചുകൊണ്ട് തന്നെ ആവണം. അതിനായി ഈ വിദ്യാലയത്തിൽ പഠിച്ച് ഈ വിദ്യാലയത്തിൽ തന്നെ അധ്യാപകരായി മാറിയ എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ ദൈവ സാന്നിധ്യം അറിയിച്ചുകൊണ്ട് പ്രാർത്ഥനാ ഗീതവുമായി എത്താൻ
175 വർഷം നമ്മൾ ആഘോഷിക്കണം എന്ന് തീരുമാനിക്കുന്നു. ദൈവനിയോഗം പോലെ 100ഉം 50ഉം 150ഉം എല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ തീരുമാനിക്കുന്നത് ഈ വിദ്യാലയത്തിൻ്റെ നൂറ്റാണ്ടുകൾ നമ്മൾ ആഘോഷിക്കണമെന്നുള്ളത്. അതിന് നിമിത്തമായത് ഞങ്ങളുടെ എല്ലാമായ ഹെഡ് മിസ്റ്റേഴ്സ് വെരി റെവറൻഡ് സിസ്റ്റർ അരുൾ സെൽവി അവർകളാണ്. അവരോട് നമ്മൾ പറഞ്ഞു 175 വർഷമാണ് സിസ്റ്റർ, നമുക്കിത് ആഘോഷിക്കട്ടെ. തീർച്ചയായും ഉടൻ തന്നെ മദറിനെ കാണുന്നു, ജനറൽ മദറിനെ കാണുന്നു, പ്രൊവിൻഷ്യൽ മദറിനെ കാണുന്നു, അസിസ്റ്റന്റ് മാനേജറെ കാണുന്നു. കാര്യങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ അത് എടുക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഈ വേദിയിൽ നിങ്ങൾ ഏവരെയും സ്വാഗതം പറയുന്നതിനായി ഞങ്ങളുടെ HM സിസ്റ്ററെ സന്തോഷത്തോടെ സാഭിമാനം ക്ഷണിച്ചോളൂ. I lift up my eyes to God in gratitude and say, I give thanks to you, Lord, with all my heart, and I will tell you all your wonderful deeds that you have done for St. Sebastian's Garima 175. Good afternoon, and a warm welcome to one and all present here. It's my great pleasure to welcome Srimati Binumol, Panchayati President of Palakkad, and giving your valuable time for this event. I am privileged to welcome Sri Shyama Prasad, Film Director and member of Alumni Association, for your readiness to attune to our invitation. We are indeed glad to have you in our midst. You are part of us institution, sir. With sincere heart, I extend my warm welcome to the guest of honor, Srimati Pramila Sasidharan, Chairperson of Palakkad Municipality, for your valuable presence among us. With sincere heart, I welcome Sri T.R. Ajain, Director of Kairali TV and Secretary of Palakkad District Public Library and Secretary of Swarlaya, for all your inspirations and guidance with which you assist us. And Reverend Sister Activia, Valen Regional Superior, Palakkad, and Sister Neeta, Assistant Manager, who represent our male gender. I welcome you, dear sisters, for this program. I joyfully welcome Srimati Anupama Prasad, Ward Councillor, for your full support. I too welcome Advocate Sri Premnath, retired Deputy Director of Prosecution, for all your support and you give to our students and school. I am delighted to welcome Sri Ananda Padmanabhan, Managing Director, Consortium Chemical Research, for all your helping hands and full support towards our institution, sir. I joyfully announce Reverend Father Tom Charles, Good Shepherd Church, Kanjikode, and Reverend Father Charles Caesar. They are students of this institution. Now they are priests and intercede for us all. Thank you. I welcome I welcome Sri Sajesh Kumar, Assistant Professor of Government Arts and Science College, Kanjikode, Kolyambara. Yes, sir. Then I welcome Sri Sadesh Kumar, PTA President, for being available to us and supporting us. With much love and gratitude, I welcome to retired headmistress, sisters and teachers for all your hard work
and contribution that you rendered for this institution. What this school is today is because of you. You are always remembered. God bless you all the service that you have done to uplift this St. Sebastian School. From the bottom of my heart, I welcome our beloved ex-students, old students of this institution for all your love, care, concern, helping hands and support. I am really proud of you all because of living all your responsibilities. You came together, giving your valuable time and arranging this enriching program in the honor of St. Sebastian's Garima 175. Indeed, I am really happy to see you all progressing in your life. God bless you all and your family, and this school always welcomes you and wants to fly high and higher in your life. Once again, I welcome you all for this event. Thank you. 175 നമ്മളതിന് പേരിട്ടിരിക്കുന്നത് സെൻറ്റ് സെബാസ്റ്റ്യൻസ് ഗരിമ 175 എന്നാണ്. അതിൻ്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് നമ്മുടെ പ്രിയങ്കരിയായ ജനപ്രിയ നായികയായ ഡിസ്ട്രിക്ട് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ബിനുമോൾ അവർകളാണ്. ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് തെല്ലൊരു അഹങ്കാരത്തോടെ പറയട്ടെ, പാലക്കാട് ജില്ല ഈ സ്ത്രീ കൈകളിൽ സുഭദ്രമാണ്. അവർ തന്നെ നമ്മളുടെ ഒരു അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തുക എന്ന് പറയുന്നതിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ മാത്രം ഉള്ള അധ്യാപികരായുള്ള ഈ സ്കൂളിൽ ഞങ്ങൾക്കതൊരു അഭിമാനം തന്നെയാണ്. അതുകൊണ്ട് തന്നെ അധ്യക്ഷ സ്ഥാനത്തിൻ്റെ അധ്യക്ഷ പ്രസംഗത്തിനായി ബിനുമോൾ മാഡത്തിനെ സാദരം സാഭിമാനം ക്ഷണിച്ചു. വളരെയധികം സന്തോഷത്തോടെയാണ് ഞാൻ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. ഇവിടെ നിന്ന് നമ്മളോടൊപ്പം സിസ്റ്ററുടെ പ്രിയപ്പെട്ട കേരളത്തിൻ്റെ ദൃശ്യമാധ്യമ രംഗത്തും അതുപോലെ ചലച്ചിത്ര രംഗത്തും സജീവ സാന്നിധ്യമായി നിൽക്കുന്ന ശ്രീ ശ്യാം പ്രസാദ് അടക്കമുള്ള ആളുകൾ പങ്കെടുക്കുന്നു. നമ്മുടെ അജയൻ സാറുണ്ട്, പ്രിയപ്പെട്ട നമ്മുടെ പ്രമീള ശശിധരൻ, നമ്മുടെ മുനിസിപ്പാലിറ്റിയുടെ പ്രിയപ്പെട്ട ചെയർപേഴ്സൺ, അവർ പങ്കെടുക്കുന്നുണ്ട്. വേദിയിലും സദസ്സിലുമുള്ള ഏറെ പ്രിയപ്പെട്ടവരെ, ആദരണീയരെ, നമ്മുടെ വിദ്യാലയത്തിൻ്റെ 175ാമത് വാർഷികാഘോഷ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ഒരു ആലോചന ഇന്ന് നമ്മൾ തുടങ്ങി വയ്ക്കുകയാണ്. സ്വാഗതത്തിൽ സിസ്റ്റർ ഇവിടെ പറഞ്ഞ പോലെ നമ്മുടെ വിദ്യാലയത്തിൽ നിന്നും കാലങ്ങൾക്ക് ശേഷം തിരിച്ചു വീണ്ടും ഈ വിദ്യാലയത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ മനസ്സിനകത്ത് വല്ലാത്തൊരു കുളിർമ അനുഭവപ്പെടുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇവിടെ പഠിച്ച വിദ്യാർത്ഥികളെ സംബന്ധിച്ച് സ്വാഭാവികമായും ഓരോ വിദ്യാർത്ഥിയെയും ഏറ്റവും സന്തോഷത്തോടെയും താല്പര്യത്തോടെയും ഒന്നിച്ചു കൂട്ടാനുള്ള ഇടങ്ങളായി വിദ്യാലയങ്ങൾ ഇന്നും കേരളത്തിൽ ഉണ്ടാവുന്നു എന്ന് പറയുന്നത് ഒട്ടും അതിശയോക്തിയുള്ളൊരു കാര്യമല്ല. നമുക്കൊക്കെ നമ്മൾ പഠിച്ച വിദ്യാലയത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നേരത്തെ ഇവിടെ ONV സാറുടെ കവിത ചൊല്ലിയ പോലെ ഏറെ ഓർമ്മകളും അതുപോലെ വല്ലാത്ത ഗൃഹാതുരത്വവും ഒക്കെ അനുഭവപ്പെടുന്ന നിമിഷങ്ങളായിരിക്കും നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനത്തിലേക്ക് കയറി ചെല്ലുക. പ്രത്യേകിച്ചും അതിൽ 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ ഒരുമിച്ച് പോകുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ സംബന്ധിച്ച് കുഞ്ഞുങ്ങൾക്ക് അത്രയേറെ താല്പര്യമുണ്ടാവും. ഇപ്പോഴും ഞങ്ങളുടെ വിദ്യാലയം ചിറ്റൂരിപ്പോൾ VGHS ഞങ്ങളുടെ വിദ്യാലയത്തിലേക്ക് കയറി ചെല്ലുമ്പോൾ ഞങ്ങളുടെ മനസ്സിൽ എൻ്റെ ക്ലാസ്സിലേക്കൊന്ന് കയറിയിരിക്കണം എന്നുള്ള തോന്നൽ എല്ലാ കുഞ്ഞുങ്ങളിലും ഉണ്ടാവാറുണ്ട്. അതുപോലെ ഒരു താല്പര്യത്തോടെ ആയിരിക്കണം ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരും എന്നാണ് ഞാൻ ധരിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മൾ ഓരോരുത്തരും പഠിച്ച വിദ്യാഭ്യാസ സ്ഥാപനത്തോട് നമുക്കുള്ള വല്ലാത്തൊരു അടുപ്പവും ഇഷ്ടവും സ്നേഹവും ഒക്കെ ഒരുപോലെ അനുഭവിക്കാൻ കഴിയുന്ന ഒരു സമയത്ത് നിങ്ങളെപ്പോലെ ഓരോ ബാച്ചിനകത്തും കയറി ഇറങ്ങിപ്പോയ എല്ലാവർക്കും ഒരുമിക്കാനുള്ള ഒരു അവസരമാക്കി ഇതിനെ ഇന്ന് നമ്മുടെ വിദ്യാലയം നമുക്ക് നൽകിയിരിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും അതിനുള്ളൊരു അവസരത്തിലേക്ക് പങ്കെടുത്ത നിങ്ങളെ ഏവരെയും ആദ്യം ഞാൻ ഹൃദയാഭിവാദ്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. കാരണം എന്തെന്നാൽ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗത്തെ പ്രവർത്തനങ്ങൾ അതിശക്തമായി മുന്നേറുന്നൊരു കാലഘട്ടത്തിൽ തന്നെയാണ് നമ്മൾ ജീവിക്കുന്നത്. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് എല്ലാ മക്കൾക്കും ഒരുപോലെ നൽകണമെന്ന് പറഞ്ഞുകൊണ്ട് അതിനുവേണ്ട പ്രവർത്തനങ്ങൾ സജീവമായി നടപ്പിലാക്കുന്ന ഒരു സർക്കാർ സംവിധാനത്തിൻ്റെ ഭാഗമായി തന്നെ നിലകൊള്ളുന്നൊരു വിദ്യാഭ്യാസ സ്ഥാപനമാണ് സെൻറ്റ് സെബാസ്റ്റ്യൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ. തീർച്ചയായിട്ടും നമ്മുടെ വിദ്യാലയത്തിലേക്ക്
ഇവിടെ സാധാരണക്കാരായ കുഞ്ഞുങ്ങൾക്കും പഠിക്കാനുള്ള അവസരം ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. എല്ലാ മക്കളെയും ഉൾക്കൊള്ളാൻ പറ്റുന്നൊരു വിദ്യാഭ്യാസ സ്ഥാപനം എന്നുള്ള രീതിയിൽ ഈ സ്ഥാപനത്തിനേറെ പ്രത്യേകതയുണ്ട്. കുറച്ചും കൂടെ നന്നായി, ഇപ്പോൾ സാധാരണ പറയുമല്ലോ, ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലേക്ക് എൻ്റെ കുട്ടിയെ ഒരു 7ാം ക്ലാസ് വരെ വിടുക എന്നുള്ളത് പൊതുവിൽ നമ്മുടെ സമൂഹത്തിലെ കുറേയധികം ആളുകൾ സ്വീകരിക്കുന്നൊരു നിലപാടാണ്, അല്ലെങ്കിൽ കാഴ്ചപ്പാടാണ്. അതിൽ പ്രത്യേകതകളുണ്ട്. ഭാഷ എന്ന് പറയുന്നത് ഏറ്റവും നന്നായി സ്വായത്തമാക്കാൻ കഴിയുന്ന രീതിയിൽ അതിനോടൊരു താല്പര്യം പ്രത്യേകിച്ചുണ്ടാവുന്നുണ്ട്. അപ്പോൾ ആ അർത്ഥത്തിൽ എല്ലാ കുഞ്ഞുങ്ങൾക്കും വന്നു ചേരാവുന്ന ഒരു ഇടമായി സെൻറ്റ് സെബാസ്റ്റ്യൻ ഇവിടെ നിൽക്കുന്നുണ്ട് എന്നുള്ളത് പാലക്കാട് ജില്ലയെ സംബന്ധിച്ച് ഏറെ ആഹ്ലാദം നൽകുന്നൊരു കാര്യമാണ്. ആ വിദ്യാഭ്യാസ സ്ഥാപനത്തിലേക്ക് എല്ലാവരും എത്തുന്നു. അതിൽ ജാതിമത വ്യത്യാസങ്ങളില്ലാതെ എല്ലാ മനുഷ്യരെയും ഉൾക്കൊള്ളാൻ പറ്റുന്നൊരു വേദിയായി ഈ വിദ്യാലയത്തെ മാറ്റിയെടുക്കാൻ ഇവിടുത്തെ കഴിഞ്ഞ കുറേ വർഷത്തെ പ്രവർത്തനം കൊണ്ട് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് പറയാതിരിക്കാൻ നമുക്കാവില്ല. അതാണ് ഈ വിദ്യാലയത്തിൻ്റെ പ്രത്യേകത. ആ പ്രത്യേകതയെ അങ്ങനെ തന്നെ കാണുമ്പോഴും ഇവിടെ വന്നിരിക്കുന്ന നമ്മളെ ഓരോരുത്തരെയും പരിശോധിക്കുമ്പോഴും അത് കൃത്യമായി നമുക്ക് ബോധ്യപ്പെടാൻ സാധിക്കും. ക്രിസ്ത്യൻ മിഷണറിമാരുടെ ഇത്തരം വിദ്യാലയങ്ങളൊക്കെ തന്നെ കേരളത്തിനകത്ത് ഏറ്റവും നന്നായി ഒരുപാട് മനുഷ്യരെ ഈ സമൂഹത്തിന് മുന്നിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളതാണ്. അതിൽ പ്രിയപ്പെട്ട ഒരാളെ തന്നെയാണെന്ന് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. അത് ഈ വിദ്യാലയത്തിനെ സംബന്ധിച്ചും കേരളത്തിൽ നമ്മുടെ സെൻറ്റ് സെബാസ്റ്റ്യൻ്റെ കാര്യങ്ങൾ തുടങ്ങി വയ്ക്കുമ്പോൾ തീർച്ചയായിട്ടും ഇത്രയേറെ സമൂഹത്തിൽ ഔന്നത്യത്തിലെത്തിയ ഒരു വ്യക്തിത്വവും ഇവിടെ ഉണ്ട് എന്ന് പറയാൻ നമുക്ക് സാധിക്കുന്നു. ഇനി ഇതുപോലെ ഒട്ടനവധി പേർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടാവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. 175 വർഷം എന്ന് പറയുന്നത് ചെറിയൊരു കാലയളവല്ല. അപ്പോൾ ആ കാലഘട്ടത്തിനിടയ്ക്ക് ഇവിടെ നിന്നും ഉണ്ടായിട്ടുള്ള എല്ലാ മനുഷ്യരും ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ തുറകളിൽ നിൽക്കുമ്പോഴും ഈ വിദ്യാലയത്തിന് ഒരു കരുതലും താങ്ങുമായി വരാൻ എന്നും സന്നദ്ധമായിരിക്കും എന്നുള്ള രീതിയിലാണ് ഈ ഒരു പരിപാടിയെ നമ്മുടെ വിദ്യാലയം നോക്കി കാണുന്നത് എന്നാണ് ഞാൻ കരുതുന്നത്. തീർച്ചയായിട്ടും അതിനുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വപരമായി പങ്കുവഹിക്കാൻ, അതിനോടൊപ്പം സഹായിക്കാനും സഹകരിക്കാനും ഒട്ടനവധി പേർ തയ്യാറാണ് എന്ന് പറയുന്ന ഘട്ടത്തിൽ തീർച്ചയായും നമ്മുടെ വിദ്യാലയത്തിൻ്റെ മുന്നോട്ടുള്ള പോക്കിന് ഏറെ സഹായകമായ രീതിയിലുള്ള ഒട്ടേറെ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നതിന് വേണ്ടി, അതിനുവേണ്ടിയുള്ള സംരംഭങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടി കൂടിച്ചേർന്നിട്ടുള്ള എല്ലാവരും പൊതുവിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായി ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് വളരെ നല്ലതാണ് എന്നുള്ള ഏറ്റവും നല്ല അഭിപ്രായമാണ് ഇതിൻ്റെ ഭാഗമായി എനിക്ക് മുന്നോട്ട് വയ്ക്കാനുള്ളത്. തീർച്ചയായും അതിനുള്ള അവസരമാണ് നമ്മുടെ വിദ്യാലയം ഒരുക്കുന്നത്. എന്തായാലും വിദ്യാഭ്യാസ രംഗത്തെ മറ്റ് വിശദമായ കാര്യങ്ങളിലേക്കൊന്നും ഞാൻ കടന്ന് ചെല്ലാൻ ആഗ്രഹിക്കുന്നില്ല. ഇന്ന് നമ്മുടെ രാജ്യത്തിനകത്ത് വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ട ഒരുപാട് കുഞ്ഞുങ്ങൾ ഓരോ പ്രദേശത്തും ഉണ്ട് എന്ന് നമ്മൾ ഓർക്കുമ്പോൾ തീർച്ചയായും നമ്മുടെ സംസ്ഥാനത്തിനകത്ത് 99% കുഞ്ഞുങ്ങളെയും വിദ്യാലയത്തിൽ എത്തിക്കാൻ നമുക്ക് സാധിക്കുന്നു എന്നുള്ളത് കേരളത്തിൻ്റെ പ്രത്യേകതയാണ്. ഈ സവിശേഷത കൊണ്ട് തന്നെയാണ് ലോകമാകെയുള്ള ജനങ്ങൾ നമ്മളെ ശ്രദ്ധിക്കുന്നത്. കേരളത്തെ എന്തുകൊണ്ട് ജനങ്ങൾ ഇങ്ങനെ ശ്രദ്ധിക്കുന്നു, അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങൾ എന്തുകൊണ്ട് നോക്കിക്കാണുന്നു എന്ന് എപ്പോഴും പലരും ചോദിക്കുമ്പോഴും നമുക്ക് തോന്നിയിട്ടുള്ളത് നമ്മുടെ ഈ വിദ്യാഭ്യാസ രംഗത്ത് നാം നടത്തിയിട്ടുള്ള ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ കൊണ്ട് തന്നെ ആവണം. എല്ലാ കുഞ്ഞുങ്ങൾക്കും വിദ്യാഭ്യാസം കൊടുക്കുക എന്ന് പറയുന്നത് എങ്ങനെയാണ് ഒരു സമൂഹത്തിൻ്റെ ഉത്തരവാദിത്തമായി മാറുന്നത് എന്ന് ഈ ലോകത്തിന് മുമ്പിൽ കാണിച്ചു വയ്ക്കാൻ നമ്മുടെ കൊച്ചുനാടിന് കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് പൊതുവിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായി നിഷേധിക്കപ്പെടുന്ന ഒരു കുഞ്ഞുമുണ്ടായിക്കൂടാ. എല്ലാ കുഞ്ഞുങ്ങളെയും ചേർത്ത് പിടിക്കാനും അവർക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കാനും, വിദ്യാഭ്യാസ രംഗത്ത് ഏതൊക്കെ രീതിയിലാണ് കുഞ്ഞുങ്ങൾക്ക് പ്രതിസന്ധിയും പ്രശ്നവും ഉണ്ടാവുന്നത് അവിടെയൊക്കെ കുഞ്ഞുങ്ങളെ സഹായിക്കാനുള്ള ഒട്ടേറെ സംവിധാനങ്ങളുണ്ട്. ഇപ്പോൾ ജില്ലാ പഞ്ചായത്ത് എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനത്തിന് ജില്ലയിലെ പഞ്ചായത്തുകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കകത്ത് ഒട്ടേറെ സംവിധാനങ്ങൾ ചെയ്തു കൊടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ പോലും സ്വാഭാവികമായും നമ്മുടേതുപോലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ അങ്ങനെ പരിഗണിക്കാൻ നമുക്ക് സാധിക്കാതെ വരുന്നുണ്ട്. അതെന്തുകൊണ്ടാണ്? സർക്കാരിൻ്റെ ഭാഗമായി തന്നെ നിൽക്കുന്നൊരു വിദ്യാഭ്യാസ സ്ഥാപനമല്ല. അപ്പോൾ എയ്ഡഡ് സ്കൂളുകൾക്ക് കൊടുക്കാൻ കഴിയുന്ന കാര്യങ്ങൾ മാത്രമേ നമുക്ക് എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നൽകാൻ കഴിയുള്ളൂ. അങ്ങനെ വരുമ്പോൾ ശക്തമായൊരു PTA ഇതുപോലെ വിളിച്ചു ചേർക്കുന്ന അലുമിനി അസോസിയേഷനും ഏറെ നല്ല ശ്രദ്ധയോടുകൂടിയുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചാൽ ഏറെ മികവുകൾ നമ്മുടെ വിദ്യാലയത്തിനകത്ത് ഉണ്ടാക്കി തീർക്കാൻ നമുക്ക് സാധിക്കും. അതിൻ്റെ ഒരു കൂടിയാലോചന എന്തായാലും 175 വർഷം കൊണ്ട്
ഈ വിദ്യാലയം ഉണ്ടാക്കിയ നേട്ടത്തിൻ്റെ ഇനിയുമേറെ 10 മടങ്ങ് നേട്ടങ്ങൾ നമ്മുടെ സമൂഹത്തിലേക്ക് ഉണ്ടാക്കി തീർക്കാൻ നമ്മുടെ സഹായം ആവശ്യമാണ്. വിദ്യാർത്ഥി എന്നുള്ള രീതിയിൽ എങ്ങനെയാണോ കുഞ്ഞ് നാളിൽ ഈ വിദ്യാലയത്തിനോട് നമ്മൾ കാണിച്ച കരുതൽ, സ്നേഹം, അതൊക്കെ തന്നെ വീണ്ടും നമുക്ക് നമ്മുടെ അടുത്ത തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യാനുള്ള ഒരവസരമായിട്ടും കൂടെ ഈ ഒരു പ്രവർത്തനത്തെ കാണണം. നമ്മുടെ എല്ലാ കഴിവുകളും പരമാവധി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ വിദ്യാലയത്തെ വീണ്ടും മെച്ചപ്പെട്ട നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിനും ഈ വിദ്യാലയത്തിൽ ഇന്ന് പഠിക്കുന്ന മക്കൾക്ക് ഏറെ കൈത്താങ്ങാവുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഇവിടെ അജയൻ സാറ് ഇങ്ങനെ ഇരുന്നപ്പോൾ ഇങ്ങനെ വെറുതെ പറയുകയുണ്ടായി, 175 വർഷം എന്ന് പറഞ്ഞാൽ ചെറിയൊരു കാലയളവല്ല. മാത്രമല്ല, ഈ ലോകത്തിൻ്റെ വിവിധ മേഖലയിലിരിക്കുന്ന മനുഷ്യർ ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യാൻ താല്പര്യമുള്ളവരും കഴിവുള്ളവരും പ്രാപ്തിയുള്ളവരുമാണ്. അവരെയൊക്കെ കൂട്ടിയോജിപ്പിച്ചാൽ എന്തൊക്കെ ചെയ്തുകൂടാ നമുക്ക്? ശരിയാണല്ലോ, അവരെയൊക്കെ കൂട്ടിയോജിപ്പിച്ചാൽ എന്തൊക്കെ നമുക്ക് ചെയ്തുകൂടാ? കേരളത്തിൽ ഇപ്പോൾ വിജ്ഞാന കേരളത്തിൻ്റെ ഒരുപാട് പരിപാടികൾ നടക്കുന്നു. കേരള സമൂഹത്തിനകത്ത് എല്ലാവർക്കും സർക്കാർ ജോലി കിട്ടണമെന്നുള്ള പൊതു താല്പര്യമുണ്ട്. പക്ഷെ നമുക്കറിയാം, എല്ലാവർക്കും അങ്ങനെ സർക്കാർ ജോലി നമുക്ക് കൊടുക്കാൻ സാധിക്കില്ല. അങ്ങനെ വരുമ്പോൾ അറിവിനെ എങ്ങനെയാണ് സമ്പത്തുൽപാദന പ്രക്രിയയുമായി ബന്ധിപ്പിക്കുക, അതിനുള്ള ഒട്ടേറെ സംവിധാനങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗമായി നമ്മൾ ഒരുപാട് പരിപാടികൾ ചെയ്തു പോകുമ്പോൾ നല്ല തൊഴിൽദാതാക്കളെ കണ്ടെത്താനുള്ള പ്രവർത്തനം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നു. അപ്പോൾ തൊഴിൽദായകരായിട്ടുള്ള ഒരുപാട് മനുഷ്യർ ഈ സമൂഹത്തിനകത്തുണ്ട്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അങ്ങനെ നിൽക്കുന്ന മനുഷ്യരെ നമ്മൾ നോക്കിക്കാണുമ്പോൾ അവരിൽ ഈ വിദ്യാലയത്തിലെ കുട്ടികളും ഉണ്ടാവുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഈ വിദ്യാലയത്തിൽ നിന്നും പോയ കുട്ടികൾ ഒരുപാട് പേർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഒട്ടേറെ സ്ഥാപനങ്ങളും എൻ്റർപ്രണേഴ്സും ഒക്കെ ആയി മാറിയിട്ടുണ്ടാവുമെന്നാണ് ഞങ്ങൾ കരുതുന്നത്. അങ്ങനെയൊക്കെ വരുമ്പോൾ അവരെയൊക്കെ നമ്മുടെ സമൂഹത്തിൻ്റെ വ്യത്യസ്തമായ പ്രവർത്തന മേഖലയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കേണ്ടതുണ്ട്. അവരെ പോലുള്ള ആളുകളെ കണ്ടുപിടിക്കേണ്ടതുണ്ട്. പാലക്കാട് ജില്ലയും അത്തരമൊരു പ്രവർത്തനത്തിന് തുടക്കം കുറിച്ചു കഴിഞ്ഞു. നമ്മുടെ കുഞ്ഞുങ്ങൾ മിടുക്കരായി ഏറ്റവും നല്ല നൈപുണിയിലേക്ക് എത്തുന്ന കുഞ്ഞുങ്ങളെ ആ രംഗത്തേക്ക് കൈപിടിച്ചുയർത്താനും അവർക്ക് പറ്റാവുന്ന തൊഴിലുകൾ കണ്ടെത്താനുമുള്ള വലിയ പരിശ്രമം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവുമ്പോൾ തീർച്ചയായും നമ്മുടെ വിദ്യാലയത്തിലും അങ്ങനെയുള്ള പൂർവ്വകാല വിദ്യാർത്ഥികൾ ഇപ്പോൾ അവർ എത്തിപ്പിടിച്ചിരിക്കുന്ന മേഖലയിൽ ഇതുപോലെ പുതിയ തലമുറയെ കയ്യെത്തി പിടിക്കാനും അവരെ മുന്നിലേക്ക് നയിക്കാനും ഒക്കെ കഴിയുന്ന രീതിയിൽ ഒട്ടേറെ പ്രവർത്തനങ്ങൾ വൈവിധ്യപൂർവ്വം നമുക്ക് നടപ്പിലാക്കേണ്ടതുണ്ട്. ആ പ്രവർത്തനങ്ങളിലും നിങ്ങളെപ്പോലുള്ള സുമനസ്സുകൾ അതിനും തയ്യാറാവണം എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഏറെ സന്തോഷപൂർവ്വം നമ്മുടെ ഈ പരിപാടിയിൽ ഇന്ന് പങ്കെടുത്തുകൊണ്ട് നമ്മളോട് സംസാരിക്കുന്നതിന് വേണ്ടി, ഇത് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട സിനിമാ സംവിധായകനും അതുപോലെ ദൃശ്യമാധ്യമ രംഗത്ത് ഉയർന്നു നിന്ന് പ്രവർത്തിക്കുന്ന ശ്രീ ശ്യാമപ്രസാദിനെ വളരെ സ്നേഹാദരങ്ങളോടുകൂടി ക്ഷണിക്കുന്നു. പിന്നെ സംവിധായകൻ, എഴുത്തുകാരൻ, ദൃശ്യമാധ്യമ പ്രവർത്തകൻ, ഇത് എല്ലാവരും അറിയുന്ന ഒരു കാര്യം. അതുകൂടാതെ തിരക്കഥ, സംഭാഷണം, ഗാനരചന, ഗാനാലാപനം, അഭിനേതാവ്, ചുരുക്കി പറഞ്ഞാൽ ഒരു ബഹുമുഖ ചലച്ചിത്ര സാമ്രാട്ട്. അദ്ദേഹം ഈ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയായിരുന്നു എന്ന് പറയുന്നതിൽ എന്ത് വാക്കുകൊണ്ടാണ് അത് ഞാൻ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. സെന്റ് സെബാസ്റ്റ്യൻ മുത്തച്ഛൻ്റെ കണ്ണുകളിൽ നിന്നും ആനന്ദാശ്രുക്കൾ ഉതിരുന്നുണ്ട്. എൻ്റെ പുത്രനിത വിശ്വോത്തര കലാകാരനായി ഈ വേദിയിൽ ഇരിക്കുന്നു എന്നുള്ള ആ അഭിമാനത്തോടു കൂടെ തന്നെ അദ്ദേഹത്തെ ഭദ്രദീപം തെളിയിച്ച് ഈ 175-ാം വാർഷികം ഉദ്ഘാടനം ചെയ്യുന്നതിനായി അഭിമാനത്തോടെ, സ്വകാര്യ അഹങ്കാരത്തോടെ ക്ഷണിച്ചുകൊള്ളു. ബഹുമാനിയായിട്ടുള്ള അധ്യക്ഷ, നമ്മുടെ പാലക്കാട് ഡിസ്ട്രിക്ട് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ബിനു മോൾ,
പാലക്കാട് മുനിസിപ്പാലിറ്റിയുടെ ചെയർപേഴ്സൺ ശ്രീമതി പ്രമീള ശശിധരൻ, ഈ സ്കൂളിൻ്റെ ഹെഡ് മിസ്ട്രസ് സിസ്റ്റർ അരുൾ ശെൽവി, വളരെ പ്രിയപ്പെട്ട സഹോദര തുല്യനായ സുഹൃത്ത് ശ്രീ TR അജയേട്ടൻ, അനുപമ, ശ്രീ രമേശ് പാറക്കുളത്ത്, അഡ്വക്കേറ്റ് ശ്രീ പ്രേംനാഥ്, ശ്രീ അനന്ത പത്മനാഭൻ, ഫാദർ ടോം ചാൾസ് കിഴക്കേടത്ത്, ശ്രീ C സതീഷ്, സജീഷ് കുമാർ, ഈ മഹത്തായ വിദ്യാലയത്തിലെ അധ്യാപകരെ, ഇപ്പോഴുള്ള അധ്യാപകരെ, മുൻ അധ്യാപകരെ, മുൻ വിദ്യാർത്ഥികളെ, ഇപ്പോഴുള്ള വിദ്യാർത്ഥികളെ, എല്ലാവർക്കും നമസ്കാരം. ഈ ചടങ്ങിൽ സംബന്ധിക്കാനായിട്ട് അജയേട്ടനെ വിളിക്കുകയും സിസ്റ്ററും അതുപോലെ നമ്മുടെ ഹരിപ്രിയ ടീച്ചറും ഒക്കെ വിളിക്കുകയൊക്കെ ചെയ്തപ്പോൾ അവർക്ക് ഒരു സംശയം ഉണ്ടായിരുന്നു തോന്നുന്നു, ഞാൻ വരുമോ ഇല്ലയോ എന്താണെന്നുള്ളത്. ഹരിപ്രിയ ടീച്ചറുടെ ശബ്ദം ഇങ്ങനെ വിറയ്ക്കുകയാണ്, കണ്ഠം ഇടറുന്നുണ്ടായിരുന്നു. അവസാന നിമിഷം വരെ ഈ ടിക്കറ്റിൻ്റെയൊക്കെ ഒരു ഉറപ്പില്ലായ്മയും കാര്യങ്ങളൊക്കെ കൊണ്ട് അഥവാ വരില്ലായിരിക്കുമോ, എന്തെങ്കിലും മാറ്റമുണ്ടാവുമോ എന്ന് പേടിച്ചിരിക്കുകയായിരുന്നു. എന്നാൽ നിങ്ങൾക്ക് എല്ലാവർക്കും തെറ്റി. ഇതൊന്നും ചെയ്തില്ലായിരുന്നെങ്കിൽ ഞാൻ തീർച്ചയായും വരുമായിരുന്നു. ബിക്കോസ് കാൺട്ട് യു സീ, ഇത് എന്നെ സംബന്ധിച്ചുള്ള ഏറ്റവും ധന്യമായൊരു മുഹൂർത്തമാണ്, ഒരിക്കലും വളരെ അപ്രതീക്ഷിതമായൊരു മുഹൂർത്തമാണ്. സെൻറ്റ് സെബാസ്റ്റ്യൻ സ്കൂളിൽ 1965 മുതൽ 4 വർഷം പഠിച്ചു കഴിഞ്ഞ് പിന്നീട് ഇവിടെയുള്ള BM സ്കൂളിലൊക്കെ പഠിക്കുന്നു, വിക്ടോറിയ കോളേജിൽ പഠിക്കുന്നു, അങ്ങനെയൊക്കെ പോവുകയാണെങ്കിലും സെൻറ്റ് സെബാസ്റ്റ്യൻ സ്കൂളുമായി ബന്ധപ്പെടാനുള്ള ഒരവസരം എനിക്കുണ്ടായിട്ടില്ല, അതിനൊരു ആവശ്യവും വന്നില്ല. നേരെ മറിച്ച് എൻ്റെ മറ്റ് മുൻ വിദ്യാലയങ്ങളുമായിട്ടൊക്കെ പല രീതിയിൽ ബന്ധപ്പെട്ട് വരികയും ചെയ്തിരുന്നു. അപ്പോൾ ഞാനെപ്പോഴും ഇങ്ങനെ ആലോചിച്ചിരുന്നു, എന്തുകൊണ്ടാണ് എനിക്ക് ഇവിടെ തിരിച്ചു വരാൻ പറ്റാത്തത്. ഞാൻ പാലക്കാട് വരുന്ന, തിരുവനന്തപുരത്താണ് താമസിക്കുന്നത്. പാലക്കാട് വരുന്ന സമയത്തെല്ലാം ഈ വഴിയൊക്കെ അഥവാ പോകുന്ന സമയത്ത് ഇങ്ങനെ നോക്കുമ്പോൾ വളരെ മാറിയ അന്തരീക്ഷവും കെട്ടിടവും ഒരു പരിചയവുമില്ലാത്ത ആളുകൾ എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ പലപ്പോഴും മാറി നിന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളാരും അതിനെപ്പറ്റി പരിഗണിക്കേണ്ട യാതൊരു ആവശ്യമില്ലായിരുന്നു. ആ പരിഗണനമൊക്കെ പാഴിലായി. ഇത് എന്നെ സംബന്ധിച്ചോളം ഞാൻ പങ്കെടുക്കുന്ന ചടങ്ങുകളിൽ വെച്ച് ഏറ്റവും ധന്യമായ ഒരു ചടങ്ങാണ്. എന്നെ ഒരു ശൈശവത്തിലേക്ക് ഇത് കൊണ്ടുപോയ അത്രയും ചാരിതാർത്ഥ്യം എനിക്ക് നൽകുന്ന ഒരു ചടങ്ങാണിത്. നേരത്തെ പറഞ്ഞ പോലെ 65 പഠിക്കുമ്പോൾ ഈ കെട്ടിടമൊന്നും ഉണ്ടായിരുന്നില്ല. ഇതുപോലെ ഈ ഭാഗത്തുണ്ടായിരുന്നു. ഇവിടെ ഒരു ചെറിയ പൂന്തോട്ടമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നല്ല ഓർമ്മയുണ്ട്. ഒരു റോസാപ്പൂക്കളുടെ തോട്ടം ഉണ്ടായിരുന്നു. അതിനപ്പുറത്ത് സിസ്റ്റർമാരുടെ മഠമുണ്ടായിരുന്നു. ക്ലാസ്സിൽ വയ്ക്കുമ്പോൾ ഉപ്പുമാവൊക്കെ ഉച്ചയ്ക്ക് ഉണ്ടാക്കുന്നതിൻ്റെയൊക്കെ മണം സ്ഥിരമായി കിട്ടും. ഇന്നത്തെ കുട്ടികളുടെ സ്കൂൾ അനുഭവങ്ങൾ എന്താണെന്ന് എനിക്കറിയില്ല. അന്നത്തെ വളരെ വളരെ സിമ്പിളായിട്ടുള്ള ഏറ്റവും ഹൃദ്യമായിട്ടുള്ള അനുഭവമുണ്ട്. ഇവിടെ വരുമ്പോൾ അമ്മമാരെ പോലെയുള്ള പലരും എൻ്റെ അമ്മമാരുടെ സുഹൃത്തുക്കളായിരുന്ന, എൻ്റെ അമ്മയുടെ സുഹൃത്തുക്കളായിരുന്ന ടീച്ചർമാരായിരുന്നു. അങ്ങനെ ഒരു വീട്ടിൽ നിന്നും ഞാൻ താമസിക്കുന്നത് ഇവിടെ നേരെ എതിരെയുള്ള തുന്നക്കാരത്തെരുവ് എന്നുള്ള സ്ഥലത്താണ്. ആ തുന്നക്കാരത്തെരുവിലെ വീട്ടിൽ നിന്നും ഇങ്ങോട്ടേക്ക് നടന്നു വരിക. ഞാനും എൻ്റെ 2 വർഷം മുമ്പ് എൻ്റെ ഏട്ടൻ വിവേകാനന്ദനും ഇവിടെ പഠിച്ചിരുന്നു. അപ്പോൾ ഈ കോമ്പൗണ്ടിന് പിന്നിലുള്ള ആ ഒരു വളപ്പ്, അതിലൂടെയാണ് ക്രോസ് ചെയ്ത് വരിക. അതൊരു നല്ലൊരു ധാരാളം വളരെ പഴയ ഭംഗിയുള്ള മരങ്ങളൊക്കെ ഉള്ളൊരു വളപ്പായിരുന്നു അത്. പക്ഷെ അതിനകത്ത് ഇവിടെ എനിക്ക് തോന്നുന്നു മഠത്തിൻ്റെ ഭാഗമായിട്ട് വളർത്തുന്ന എരുമകൾ എപ്പോഴും ഇങ്ങനെ കറങ്ങി നടക്കാറുണ്ട്. ഒരു കുട്ടിയായി എന്നെ പലപ്പോഴും പേടിപ്പിച്ചാണ്. എന്നാലും അത്തരം ഓർമ്മകളൊക്കെ വളരെ ഹൃദ്യമാണ്. അഥവാ കൂടുതൽ എരുമകൾ ഞാൻ അവിടെ കാണുകയാണെങ്കിൽ ഈ വഴി, ഈ പള്ളി, മുസ്ലിം പള്ളിയുടെ വഴിയിലൂടെ വരും. അങ്ങനെ 4 വർഷത്തെ ഓർമ്മകൾ ഒരിക്കലും മറക്കാൻ സാധിക്കാത്തതാണ്. അങ്ങനെ അത്തരത്തിലുള്ളൊരു മാതൃവിദ്യാലയത്തിലേക്ക് തിരിച്ചു വരിക, അവിടെ വെച്ച് ഏതെങ്കിലും രീതിയിലുള്ളൊരു ആദരവ് നേടുക എന്നൊക്കെ പറയുന്നത് എനിക്കൊരിക്കലും ഗ്രേസി ടീച്ചറുടെ ഒരു കോൺട്രിബ്യൂഷൻ ഇൻ മൈ ലൈഫ്, പ്രത്യേകിച്ച് എൻ്റെ ഒരു
ക്രിയേറ്റീവ് ലൈഫിൽ അത് വാക്കുകൾക്ക് അതീതമാണ് പറയാൻ. കാരണം അന്ന് എന്തോ സ്കൂളിൽ എന്തോ ഒരു ചെറിയ ഫംഗ്ഷനിൽ ഒരു നാടകം അവതരിപ്പിക്കുന്നതിന് വേണ്ടി വേറെ ഏതോ ഒരു കുട്ടികളൊക്കെയാണ് അന്ന് പ്ലാൻ ചെയ്തിരുന്നത്. അപ്പോൾ അവർക്ക് എന്തുകൊണ്ടോ വരാൻ പറ്റാത്തതുകൊണ്ട് ഗ്രേസി ടീച്ചർ എന്നെ ഇതിനകത്തേക്ക് പിടിച്ച് തള്ളി വേഷം കെട്ടിയിട്ട്. എൻ്റെ ആദ്യ അഭിനയവും അങ്ങനെ ഒരു കലാപ്രവർത്തനത്തിൻ്റെ ഒരു സുഖവും ഒക്കെ അനുഭവിച്ച, പിന്നീട് നിരന്തരമായി ടീച്ചർ എന്നെ ഓരോ കാര്യങ്ങൾക്ക് പ്രേരിപ്പിച്ചുകൊണ്ടിരുന്നു. അന്ന് ഈ മോണോ ആക്ട് എന്നൊക്കെ പറയുന്നത് ഇന്നത്തെ പോലെ അത്രയും പോപ്പുലർ ആയിട്ടുള്ള കാര്യമൊന്നുമല്ല. അപ്പോൾ ടീച്ചർ തൃശ്ശൂരിൽ നിന്ന് മോണോ ആക്ട് പഠിപ്പിക്കാൻ വേണ്ടി ഒരാളെ കൊണ്ടുവരികയും അങ്ങനെ അവിശ്വസനീയമായ രീതിയിൽ എന്നെ എൻ്റെ ഒരു ക്രിയേറ്റീവ് കോൺഫിഡൻസ് വളർത്താൻ ഗ്രേസി ടീച്ചറുടെ ഒരു കോൺട്രിബ്യൂഷൻ എൻ്റെ ലൈഫിൽ എനിക്ക് മറക്കാനാവാത്തതാണ്. ഞാൻ മിക്കവാറും ദിവസങ്ങളിൽ ഗ്രേസി ടീച്ചറെ വെച്ച് ആലോചിക്കാറുണ്ട്. അവരിന്ന് നമ്മുടെ ഒപ്പം ഇല്ല എന്നുള്ളത് ഒരു വേദനയുള്ളൊരു ഓർമ്മയായിട്ട് നിൽക്കുന്നു. അതുപോലെ തന്നെ മേരി ടീച്ചർ ഉണ്ടായിരുന്നു, ലീലാവതി ടീച്ചറിൻ്റെ ടീച്ചർ ഉണ്ടായിരുന്നു. ഉണ്ടോ? ദൈവമേ, നമസ്കാരം. സിസ്റ്റർ എമറേറ്റ മരിച്ചു. മെറ്റിൽഡ എന്നൊരു ടീച്ചർ ഉണ്ടായിരുന്നു, വളരെ സ്വീറ്റ് ലുക്കിംഗ് ഒരു ടീച്ചറായിരുന്നു, മരിച്ചുപോയി. ഇവിടെ ഇതിന് പിൻഭാഗത്തിന് താമസിച്ചിരുന്ന ജോയ് എന്നുള്ളൊരു കുട്ടി എനിക്ക് ഓർമ്മ വരുന്നു. ഫുട്ബോളൊക്കെ കളിക്കുമായിരുന്നു ജോയ്. ഇവിടെ തന്നെയുള്ള അന്ന് ഞാൻ കണ്ടു ശ്രീ ബാലഗംഗാധരൻ. ശ്രീ ബാലഗംഗാധരൻ ഇവിടെ ഉണ്ടോ? ബാലഗംഗാധരൻ തുടർന്ന് പിന്നീട് ഞാൻ BM സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഇതൊക്കെ ഇൻവാല്യുബിൾ ആയിട്ടുള്ള മെമ്മറീസാണ്, എക്സ്പീരിയൻസസ് ആണ്. അപ്പോൾ അതിനൊക്കെ ഒരു അവസരം തന്ന നിങ്ങളോട് എത്ര തീർത്താത്തീരാത്ത നന്ദിയുണ്ട് എനിക്ക് തോന്നുന്നു. ഈ പാഠങ്ങൾ പഠിപ്പിക്കുകയും പരീക്ഷകൾ എഴുതുകയും ജയിക്കുകയോ പരാജയപ്പെടുകയോ ചെയ്യുന്നൊന്നും അല്ല സ്കൂളിൻ്റെ, പ്രത്യേകിച്ച് ഒരു പ്രൈമറി സ്കൂളിൻ്റെ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ. ഇന്ന് ലോകമെമ്പാടും ഒരു തിരിച്ചറിവുണ്ടായിട്ടുണ്ട്. പ്രൈമറി സ്കൂളിലാണ് എങ്ങനെയാണ് ഒരു വ്യക്തിയെ രൂപപ്പെടുത്തുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത്. പ്രൈമറി സ്കൂളിൽ പഠിക്കുന്ന ടീച്ചേഴ്സാണ് ഏറ്റവും അധികം പേഴ്സണൽ ക്വാളിറ്റിയും എഡ്യൂക്കേഷണൽ എക്സ്പീരിയൻസും ആവശ്യമുള്ള ആൾക്കാരിൽ നിന്ന് തിരിച്ചറിയുന്നു. കാരണം അവരാണ് ഈ പൗരബോധവും ചരിത്രബോധവും മനുഷ്യത്വവും സ്നേഹവും മറ്റ് മൂല്യങ്ങളും എല്ലാം പഠിപ്പിക്കുന്നത്. അതിനുശേഷമേ വരുന്നുള്ളൂ ബാക്കിയെല്ലാം, യാന്ത്രികമായ പഠനത്തിൻ്റെ കാര്യങ്ങളെല്ലാം. അതുകൊണ്ട് അത് നിങ്ങളൊക്കെ ചെയ്യുന്ന കോൺട്രിബ്യൂഷൻ അതിമഹത്താണ്. ഇനിയുള്ള ടീച്ചർമാരുടെ ഉത്തരവാദിത്വം അത് തന്നെയാണ്. പാഠങ്ങൾ പഠിപ്പിക്കുന്നതിനേക്കാളും കൂടുതൽ നല്ല വ്യക്തികളെ, നല്ല പൗരന്മാരെ, ജനാധിപത്യ ബോധമുള്ള പൗരന്മാരെ വാർത്തെടുക്കുന്നതിനുള്ള ആ ഒരു കോൺട്രിബ്യൂഷൻ തിരിച്ചറിയലാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ മഹത്തായ സ്ഥാപനം 175 വർഷമായി എന്നുള്ളത് ടീച്ചർ പറഞ്ഞപ്പോൾ, അജയേട്ടനൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് വിശ്വസിക്കാൻ സാധിച്ചില്ല. കാരണം ഞാനൊരു ഇവിടുത്തെ വിദ്യാർത്ഥിയായിരുന്ന ശേഷമോ അതിനുശേഷം കോളേജിൽ പഠിക്കുമ്പോഴോ പോലും ആ ഒരു അറിവൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. ഇത്രയും കാലം നീണ്ടു നിന്ന ഒരു വിദ്യാഭ്യാസ സപര്യ, അതിന് താങ്ങായി നിന്ന ഈ സന്യാസി സമൂഹം, വിശ്വാസി സമൂഹം, ഇവർക്കെല്ലാം വലിയൊരു കൂപ്പുകൈ അർപ്പിക്കാതെ വയ്യ. ഈ സ്കൂളിൽ പഠിക്കുക എന്ന് വെച്ചാൽ ഇതിന് പിന്നിലുള്ള പള്ളിയുടെ ചടങ്ങുകളിൽ, പള്ളി തേര് നടക്കുമ്പോൾ പങ്കെടുക്കുന്ന ആഘോഷങ്ങളിൽ, ഇതെല്ലാം എൻ്റെ വലിയ ഓർമ്മകളാണ്. അന്നത്തെ ഈ പള്ളി എന്ന് പറയുന്നത് ഒരു പ്രാചീനമായ മണ്ണും കുമ്മായും ഒക്കെ കൊണ്ടുള്ള ഒരു പഴയൊരു കെട്ടിടമാണ്. ഞാൻ വേറെ ഏതോ എഴുതിയിട്ടുണ്ട്, ഏതോ ഒരു സിനിമയെ പറ്റിയിട്ടുള്ളൊരു നിരൂപണത്തിൻ്റെ വളരെ പ്രസിദ്ധനായിട്ടുള്ളൊരു റഷ്യൻ സംവിധായകൻ ആന്ദ്രേ തർക്കോവ്സ്കി എന്നുള്ള സംവിധായകൻ്റെ ചിത്രങ്ങളിൽ കാണുന്ന അത്തരത്തിലുള്ള വളരെ പ്രാചീനമായിട്ടുള്ള മിഡിൽ ഏജസിലുള്ള ചില ചർച്ചകളുടെ രൂപങ്ങളൊക്കെയാണ്. സോ ഇൻ ടേംസ് ഓഫ് ആർക്കിടെക്ചർ, പ്രിസർവേഷൻ ഓഫ് നേച്ചർ, ഇവിടെയുള്ളൊരു അന്തരീക്ഷം, ഇതെല്ലാം എന്നെ വളരെയധികം എൻറിച്ച് ചെയ്തിട്ടുണ്ട്. ഞാൻ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഈ ഒരു തിരിച്ചുപോക്കിനെ ഓർത്തുകൊണ്ട് ഞാൻ നേരത്തെ വായിച്ച് മനസ്സിൽ വെച്ച ഒരു കാവ്യശകലം ഒന്ന് ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ വിട പറയാം.
T.S. എലിയറ്റ് എന്നുള്ള വളരെ പ്രസിദ്ധനായിട്ടുള്ള ഇംഗ്ലീഷ് കവിയുടെ ഈ വാക്കുകൾ, ഈ വരികൾ എന്നെ വളരെയധികം മനസ്സിൽ തറച്ചതാണ്. We shall not cease from exploration, മനുഷ്യൻ്റെ we shall not cease from exploration, and the end of all our exploring will be to arrive where we started and know the place for the first time. ഈ സ്ഥലത്തെ, ഇതിൻ്റെ മൂല്യത്തെ for the first time ഞാൻ പിന്നെയും തിരിച്ചറിയുന്നു. ആ ഒരു മുഹൂർത്തത്തിന് അവസരമൊരുക്കിയ ഇതിൻ്റെ എല്ലാ ശില്പികൾക്കും, ഇവിടുത്തെ എല്ലാ അധ്യാപകർക്കും, ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവർക്കും എൻ്റെ നന്ദിയും സ്നേഹവും അറിയിച്ചു കൊള്ളുന്നു. ഇന്നത്തെ ഈ ചടങ്ങ്, ഈ ഗരിമ എന്നുള്ള ചടങ്ങ് ഉദ്ഘാടനം ചെയ്തതായിട്ട് ഞാൻ നിങ്ങളെല്ലാവരെയും വിനയപ്രസം അറിയിക്കുന്നു. നമസ്കാരം. അന്വർത്ഥമാക്കുന്നതായിരുന്നു ഈ ഒരു നിമിഷം. സാറിൻ്റെ ഓരോ വാക്കുകളും വരികളും ഹൃദയം കൊണ്ടാണ് ഞങ്ങൾ കേട്ടത്. താങ്ക് യു സാർ. വെറും ഒരു താങ്ക് യു പറയാനേ ഇപ്പം എനിക്ക് അറിയുന്നത്. തന്നതില്ല പരനുള്ളു കാട്ടുവാൻ ഒന്നുമേ നരനു പായേനീശ്വരം ഇന്ദുഭാഷ വിധ അപൂർണമിന്നോ വന്നു പോകുമ്പോഴേക്കും അർത്ഥശങ്കയാൽ. അടുത്തതായി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി അതിഥി പ്രഭാഷണമാണ്. മുഖ്യാതിഥിയായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ശ്രീമതി നമ്മുടെ മുനിസിപ്പൽ ചെയർപേഴ്സൺ ആദരപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളൂ. നമസ്കാരം. സെൻറ്റ് സെബാസ്റ്റ്യൻസ് ഗരിമ 175ൻ്റെ ഔപചാരികമായ ഉദ്ഘാടന ചടങ്ങാണ് ഇവിടെ നടന്നത്. ഈ പരിപാടിക്ക് അധ്യക്ഷത വഹിക്കുന്ന പാലക്കാടിൻ്റെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ടുള്ള ശ്രീമതി ബിനിമോൾ അവർക്ക്, അതുപോലെ തന്നെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത പൂർവ്വ വിദ്യാർത്ഥിയും ഫിലിം ഡയറക്ടറുമായിട്ടുള്ള ബഹുമാന്യനായ ശ്രീമാൻ ശ്യാം പ്രസാദ് അവർ, മറ്റു വേദിയിലിരിക്കുന്ന ഈ വാർഡിൻ്റെ കൗൺസിലറായിട്ടുള്ള അനുപമ, അതുപോലെ തന്നെ കൈരളി TV-യുടെ ഡയറക്ടറായിട്ടുള്ള അജയേട്ടൻ, മറ്റു വേദിയിലിരിക്കുന്ന നമ്മുടെ HM അരുൾ സെൽവി അവർ, അതുപോലെ തന്നെ അഡ്വക്കേറ്റ് ശ്രീ പ്രേംനാഥ് അവർ, മറ്റു ടോം ചാരക്കൽ കിഴക്കേടത്ത്, അതുപോലെ PTA-യുടെ പ്രസിഡൻ്റായിട്ടുള്ള സതീഷ്, സജേഷ് കുമാർ, മറ്റു സദസ്സിലിരിക്കുന്ന എൻ്റെ സ്നേഹമുള്ള ഈ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളായ എൻ്റെ സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, വിദ്യാർത്ഥിനികളെ, വളരെയധികം സന്തോഷമുണ്ടല്ലേ. കാരണം എന്താ വെച്ചാൽ കുറേ കാലങ്ങളായി നിങ്ങളൊക്കെ സ്കൂളിലേക്ക് വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ആഗ്രഹം സഫലമാക്കി തന്ന സെൻറ്റ് സെബാസ്റ്റ്യൻ സ്കൂളിനെയാണ് ആദ്യം കൈയടിക്കേണ്ടത് അല്ലേ. കുറേ വർഷങ്ങളായി നിങ്ങളൊക്കെ സ്കൂളിൽ വരാൻ സാധിക്കാതെ വരണമെന്നുണ്ടാവാം. ഞാൻ പഠിച്ചൊരു സ്കൂളിലേക്ക് വരണം എന്ന ആഗ്രഹം ഉണ്ടാവാം, പക്ഷേ വരാൻ സാധിക്കില്ല. അപ്പോൾ അത്തരത്തിലൊരു അവസരം ഉണ്ടാക്കി തന്നിരിക്കുകയാണ് സെൻറ്റ് സെബാസ്റ്റ്യൻ സ്കൂള്. തീർച്ചയായിട്ടും നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് വർഷം, ഒരു 25 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ക്ലാസ്മേറ്റ്സ് സിനിമ വന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ളൊരു ചടങ്ങുകൾ ഇന്ന് പൂർവ്വ വിദ്യാർത്ഥികളുടെ അലുമിനിയം അസോസിയേഷൻ രൂപാന്തരപ്പെട്ടത് അല്ലേ. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇത്തരത്തിലോരോ ആൾക്കാരെ കൂടുന്നത്. ഇപ്പോൾ നമ്മുടെ ഗുരുശിഷ്യ ബന്ധം ഇവിടെ വളരെ സ്നേഹത്തോടെ ഈ സ്റ്റേജിൽ കണ്ടു അല്ലേ. എന്ത് മനസ്സ് കുളിർക്കുന്ന ഒരു ഗുരുശിഷ്യ ബന്ധമാണ് നമ്മളിവിടെ കണ്ടത്. ടീച്ചറുടെ പേര് പറഞ്ഞു, ടീച്ചർ ഫ്രണ്ടിൽ തന്നെ ഇരിക്കുന്നുണ്ടല്ലേ. ലീല ടീച്ചർ എന്നെ പഠിപ്പിച്ചതാണെന്ന് പറഞ്ഞു. ലീല ടീച്ചർ മുന്നിൽ തന്നെ ഇരിക്കുന്നുണ്ട്. ആ ടീച്ചർ വന്നു, ആ ടീച്ചറുടെ കൈകൊണ്ട് അവരെ ആ ശ്യാംപ്രസാദിനെ ആദരിച്ചു. ജീവിതത്തിൽ ഒന്നും കിട്ടാത്തൊരു സംഗതികളാണ് ഇതൊക്കെ. സത്യം പറഞ്ഞാൽ വളരെ 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 സന്തോഷം. മനസ്സ് നിറഞ്ഞ് നമുക്ക് ജീവിതകാലം മുഴുവൻ നമ്മൾ എന്തെല്ലാമൊക്കെയോ ചെയ്തുവോ അതെല്ലാം മറികടന്നുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഓരോ പ്രവർത്തനങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. നമുക്കറിയാം ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. ആ കാര്യങ്ങളൊക്കെ നമ്മുടെ കർമ്മങ്ങൾ, നമുക്ക് ഓരോരുത്തർക്കും ഓരോ കർമ്മങ്ങൾ തന്നിട്ടുണ്ട്. ആ കർമ്മങ്ങൾ വൃത്തിയായി വിനിയോഗിക്കുക എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും നിയമം. എല്ലാ പഠിച്ച വിദ്യാർത്ഥികളെല്ലാം ഡോക്ടറോ എഞ്ചിനീയറോ ആവണമെന്നില്ല.
പഠിക്കുന്ന കുട്ടികളെല്ലാവരും സമർത്ഥരായി പഠിച്ച് ഒരു പലവിധ ജോലികളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മുന്നോട്ട് പോയ ആൾക്കാരായിരിക്കാം. പക്ഷേ അവർ സ്നേഹം എന്നുള്ളത്, സ്നേഹിക്കാൻ പഠിപ്പിക്കുക എന്നുള്ളത് വളരെ ചെറുപ്പത്തിൽ തന്നെ കിട്ടേണ്ട ഒരു വസ്തു തന്നെയാണ്. നമുക്കത് അറിയാം. അടിസ്ഥാന വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ അടിസ്ഥാന വിദ്യാഭ്യാസം എങ്ങനെയാണ് നമുക്കറിയാം. ഇന്ന് 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെ അംഗൻവാടികളുണ്ട്. 6 വയസ്സിന് ശേഷമേ സ്കൂളിലെ വിദ്യാഭ്യാസം തുടങ്ങൂലേ. അപ്പോൾ 6 വയസ്സ് മുതൽ വിദ്യാഭ്യാസ കാലഘട്ടം. പണ്ട് 5 വയസ്സിലാണ് സ്കൂളിൽ ചേർക്കുക. അന്ന് മുതൽ തുടങ്ങുകയാണ് വിദ്യാഭ്യാസം. പക്ഷെ അന്നത്തെ 5 വയസ്സും ഇന്നത്തെ 2.5 വയസ്സ് ഒരേമാതിരിയാണെന്നാണ് എനിക്ക് പറയാനുള്ളത് അല്ലേ. 2 വയസ്സായ കുട്ടിയുടെ ബുദ്ധി ആലോചിച്ചാൽ നമ്മുടെ കമ്പ്യൂട്ടർ യുഗത്തിനനുസരിച്ചിട്ടുള്ള ബുദ്ധിയാണ് ഇന്ന് നമ്മുടെ മക്കൾക്ക്. ഇന്ന് ജനിക്കുമ്പോഴേ മക്കൾ ചിരിച്ചുകൊണ്ടാണ് വരുന്നത്. പണ്ട് കുട്ടികൾ ജനിച്ച് 6 മാസം കഴിയണം മുഖത്ത് നോക്കുവാൻ. മുഖത്ത് നോക്കി ചിരിക്കണമെങ്കിൽ 8, 9, 10 മാസം കഴിയണം. പക്ഷേ ഇന്നങ്ങനെയല്ല. ജനിച്ച കുട്ടികൾ മുഖത്ത് നോക്കി 2, 3 ദിവസം കഴിഞ്ഞാൽ മുഖത്ത് നോക്കി ചിരിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് കാലഘട്ടത്തിൻ്റെ മാറ്റം എവിടെ എത്തി എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. തീർച്ചയായിട്ടും എന്തൊക്കെ കാലഘട്ടങ്ങൾ ഏതൊക്കെ തരത്തിൽ മാറിയാലും നമ്മുടെ സ്നേഹബന്ധത്തിനൊരു കുറവും വരുത്താൻ പാടില്ല. ഈ ഓണസമയത്ത് നമ്മൾ ഓണാഘോഷം, അത്തം തുടങ്ങി 10 ദിവസം ഓണാഘോഷമാണ് അല്ലേ. ആ ഓണാഘോഷത്തോടനുബന്ധിച്ച് നമ്മൾ ഓണത്തിൻ്റെ സന്ദേശം തന്നെ അറിയാമല്ലോ. ഐശ്വര്യം, സമൃദ്ധി, ഐക്യം, ഇതൊക്കെയാണ് നമ്മുടെ ഓണത്തിൻ്റെ സന്ദേശം. അതെല്ലാം ഒത്തിണക്കിക്കൊണ്ട് ആ ഓണ സന്ദേശത്തിന് എങ്ങനെയാണോ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്, ഈ ഒരു ദേവാലയത്തിൽ അല്ലെങ്കിൽ ഈ ഒരു സരസ്വതി വിദ്യാലയത്തിൽ ഇത്തരത്തിലൊരു ചടങ്ങ് സംഘടിപ്പിച്ച എല്ലാ ടീച്ചർമാരെയും സിസ്റ്റർമാരെയും എല്ലാവരെയും ഞാൻ അനുമോദിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും എല്ലാവർക്കും നേരുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി അതിഥി പ്രഭാഷണത്തിനായി, മുഖ്യാതിഥി വിശിഷ്ടാതിഥി പ്രഭാഷണത്തിനായി ഞാൻ ക്ഷണിക്കുന്നത് അജയൻ സാറിനെയാണ്. അതിനു മുൻപ് ഞാനൊന്ന് പറഞ്ഞോട്ടെ. നമ്മളാരും അറിയാത്തതല്ല അജയൻ സാർ. പക്ഷെ നമ്മൾ അറിയാത്ത ഒരു അജയൻ സാറുണ്ട്. പാലക്കാട് കലാ സാഹിത്യ സാംസ്കാരിക രംഗത്തെല്ലാം ഉയർന്ന് പന്തലി ചാടി നിന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് കേൾക്കുന്നൊരവസ്ഥയിൽ ഞാനുണ്ടായിരുന്നു. എൻ്റെ നാട് തൃശ്ശൂരാണ്, എൻ്റെ അമ്മയുടെ നാട് പാലക്കാടാണ്. അപ്പോൾ അമ്മ പറയും പാലക്കാടിന് അങ്ങനൊരു കഥകളിയും സംഗീതവും എല്ലാറ്റിൻ്റെയും വല്ലാത്തൊരു പാരമ്പര്യമാണെന്ന്. പക്ഷേ എൻ്റെ ചൈൽഡ്ഹുഡിൽ എനിക്കതൊന്നും അത്രയും കൂടെ കിട്ടിയിട്ടില്ല. പക്ഷേ അതെല്ലാം തിരിച്ചു കൊണ്ടുവന്ന് പാലക്കാടിൻ്റെ കരിമ്പനക്കാറ്റ് പോലെ വീശിയടിച്ചു ഒരു വ്യക്തിപ്രഭാവം. അതിനു മുൻപിൽ പാലക്കാട് വീണ്ടും ഉയർത്തെഴുന്നേറ്റു. അതിൽ ഒരു വായനക്കാരി എന്ന നിലയ്ക്ക് എനിക്ക് ഏറ്റവും കൂടുതൽ കടപ്പാടുള്ളത് പാലക്കാട് ജില്ലാ പബ്ലിക് ലൈബ്രറി ആ ഒരു വ്യക്തിത്വത്തിൻ്റെ ഒരു പുണ്യത്തിന് മുന്നിൽ ഉയർന്നു വന്നു എന്നുള്ളതാണ്. ഞാനൊക്കെ PhDക്ക് ശ്രമിക്കുമ്പോൾ ഒരു സാഹിത്യ അക്കാദമി വരെ പോകണം, എനിക്കൊരു 4 പുസ്തകം കിട്ടണമെങ്കിൽ. ഇന്ന് സാഹിത്യ അക്കാദമിയിലെ കുട്ടികൾ ഇവിടെ വരുന്ന അവസ്ഥയിലേക്ക് എത്തി. കലാസാഹിത്യ രംഗത്തുള്ള പ്രമുഖരെ എല്ലാം കാണാൻ കഴിഞ്ഞത് സ്വരലയ പരിപാടികളിലൂടെയാണ്. കാടുമലകളും ചേർന്നു പുഴയുള്ള നാടാണ് നമ്മുടെ പാലക്കാട്. നമ്മളൊക്കെ പാടുന്നുണ്ടല്ലേ. യാക്കരപ്പുഴ പാലം പൊട്ടിയപ്പോൾ അയ്യോ പാലം, അതും നമ്മുടെ കൈകളിൽ വെറും 8 മാസം കൊണ്ട് പാലക്കാടിൻ്റെ മുഖമുദ്രയെ മാറ്റിമറിച്ചു. അങ്ങനെ ഒരു വ്യക്തിത്വമാണ് ഇന്ന് ഇവിടെ ഈ ഒരു ചടങ്ങ് അരങ്ങേറുന്നതിന് ഞങ്ങൾക്ക് ചുക്കാൻ പിടിച്ചു നിന്നത്. അതുകൊണ്ട് തന്നെ സന്തോഷത്തോടെ സ്വാഭിമാനത്തോടെ ഞാൻ അദ്ദേഹത്തെ അതിഥി പ്രഭാഷണത്തിനായി ക്ഷണിച്ചുകൊള്ളുന്നു. TR അജയൻ. താങ്ക് യു സർ. എൻ്റെ പ്രിയ സുഹൃത്ത് കെ ബിനുമോൾ, ഉദ്ഘാടകൻ എൻ്റെ പ്രിയ സുഹൃത്തായ ശ്യാം പ്രസാദ്, വേദിയിലും സദസ്സിലുമുള്ള പ്രിയമുള്ളവർ, ഏറെ സന്തോഷത്തോടും അതിലേറെ ചരിതാർത്ഥ്യത്തോടും കൂടെയാണ് 175 വർഷം പൂർത്തിയാക്കുന്ന ഒരു വിദ്യാലയത്തിൻ്റെ
ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടന വേളയിൽ ഞാൻ നിങ്ങളെ അഭിമുഖീകരിക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ 2 മക്കളും പഠിച്ചത് ഈ സ്കൂളിലായിരുന്നു, സുഷിതയും ജോഗേഷും. അവർ പ്രവർത്തിക്കുന്ന മേഖലയിലെ ഏറ്റവും ഉയർന്ന സ്ഥാനങ്ങളിൽ എത്തിയിട്ടുള്ള 2 പേരാണ്. ഇതിൻ്റെ അടിസ്ഥാന കാരണം അവർക്ക് ഇവിടെ നിന്ന് ലഭിച്ച ശിക്ഷണമാണെന്ന് പറയാൻ ഒരു ഹിപ്പോക്രസിയും എനിക്ക് കടമെടുക്കേണ്ടതില്ല എന്ന് ഞാൻ പറയും. ഏതൊരു മനുഷ്യൻ്റെയും വളർച്ചയ്ക്ക്, അവൻ്റെ സ്കിൽ ഡെവലപ്മെൻറ്റിന്, അവൻ്റെ മനുഷ്യനാവാനുള്ള ത്വരയ്ക്ക് ഏറ്റവും കൂടുതൽ അടിസ്ഥാനമായ ശിക്ഷണം ലഭിക്കുന്നത് അവരുടെ ഏറ്റവും പ്രായം കുറഞ്ഞ നിലയിലുള്ള 7ാം ക്ലാസ് വരെയുള്ള വിദ്യാഭ്യാസത്തിലാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ കാലത്ത് അവരെ മെരുക്കിയെടുക്കാൻ വേണ്ടി, അവരെ വളർത്തിയെടുക്കാൻ വേണ്ടി, അവർക്ക് കൂടുതൽ കഴിവ് കൊടുക്കാൻ വേണ്ടിയൊക്കെ നിരന്തരമായ പരിശ്രമം നടത്തിയത് ഈ സ്കൂളായിരുന്നു എന്നുള്ളത് ഞാൻ അഭിമാനപൂർവ്വം ഓർക്കുന്നു. കുറച്ച് വർഷക്കാലം ഇതിൻ്റെ PTA പ്രസിഡൻ്റായിട്ടും എനിക്ക് പ്രവർത്തിക്കാൻ വേണ്ടി കഴിഞ്ഞിരുന്നു എന്ന് ഞാൻ അഭിമാനത്തോടെ ഓർക്കുന്നു. ആ ഒരു കാലഘട്ടത്തിലാണ് യേശുദാസിനെയും ചിത്രയെയും ഒക്കെ കൊണ്ടുവന്ന് നമ്മൾ ഇവിടെ വലിയ പരിപാടി നടത്തുകയും അതിൽ നിന്ന് ലഭിച്ച തുക കൊണ്ട് ഈ നടക്കുന്ന കെട്ടിടത്തിൻ്റെ ആദ്യത്തെ പ്രവൃത്തികൾ ആരംഭിക്കുകയും ചെയ്തത് ആ കാലഘട്ടത്തിലാണെന്നുള്ളത് ഞാൻ അഭിമാനപൂർവ്വം ചരിതാർത്ഥത്തോടെ ഓർക്കുന്നു. ഈ സ്കൂളിൽ നിന്ന് പഠിച്ച് വലുതായി പോയ എത്രയോ ആളുകളുണ്ട്. അതിൽ ഏറ്റവും പ്രഗത്ഭരായ ഒരാൾ നിങ്ങളിന്ന് കണ്ടു. അദ്ദേഹത്തിൻ്റെ പ്രസംഗം നിങ്ങൾ ഓർക്കണം. ഒരു മനുഷ്യനെ ഏറ്റവും കൂടുതൽ വേണ്ടത് ഓർമ്മകളാണെന്ന് അദ്ദേഹം അടിവരയിട്ട് ഇവിടെ പറഞ്ഞു. ഓർമ്മകൾക്ക് അൾഷിമേഴ്സ് ബാധിച്ച ഒരു സമൂഹത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. അവനവൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി തന്നെ ആരൊക്കെ സഹായിച്ചിട്ടുണ്ടോ അവരെയൊക്കെ ചവിട്ടി മിതിച്ചു പോകുമ്പോൾ ഞാൻ ഒറ്റയ്ക്കാണിതെല്ലാം നേടിയെടുത്തത് എന്ന് അഭിമാനത്തോടുകൂടെ പറയുകയും ഓർമ്മകൾ ഒന്നും തന്നെ എല്ലാം മാച്ചു കളയുകയും ചെയ്യുന്ന വല്ലാത്ത ഒരു വർത്തമാന കാലഘട്ടത്തിലാണ് ശ്യാംപ്രസാദ് ഇവിടെ വന്ന് ഈ ഓർമ്മകൾ പങ്കുവച്ചത്. ഓർമ്മകൾ ഉണ്ടായിരിക്കണമെന്ന് നമ്മളോട് പറഞ്ഞത്, നഷ്ടപ്രതീക്ഷകളുടെ യാതൊരു ദുഃഖങ്ങളുമില്ലാതെ ഓർമ്മകൾ ഉണ്ടായിരിക്കണമെന്ന് നമ്മളോട് പറഞ്ഞത് ചെഗ്വേരയായിരുന്നു. നിങ്ങൾ ഓർക്കുക നിങ്ങളെങ്ങനെ നിങ്ങളായെന്ന് നമ്മളോട് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരുന്നത് പ്രസിദ്ധ കവിയായിരുന്ന കടമ്മനിട്ടയായിരുന്നു. എത്ര കൊഴുത്ത ചവർപ്പ് കുടിച്ചു വറ്റിച്ചു നാം ഇത്തിരി ശാന്തി തൻ ശർക്കര നുണയുവാനെന്ന് നമ്മളോട് പറഞ്ഞത് NN കക്കാടായിരുന്നു. ഓർമ്മകൾക്കില്ല ചാവും ചിതകളും ഊന്നുകോലും ജരാനര ദുഃഖവും എന്ന് പറഞ്ഞത് വിജയലക്ഷ്മിയായിരുന്നു. അവരെല്ലാം നമ്മളോട് പറഞ്ഞത് ഓർമ്മകൾ ഉണ്ടായിരിക്കണമെന്ന് തന്നെയാണ്. ആ ഓർമ്മകളിൽ നിന്ന് ശക്തി പ്രാപിച്ചുകൊണ്ട് വേണം നമ്മുടെ ഇനിയുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാക്കണമെന്ന് തന്നെയാണ്. 175 വർഷം എന്ന് പറയുന്നത് ഒരു ചെറിയ കാലഘട്ടമല്ല. ഈ വിദ്യാഭ്യാസ രംഗത്തെ ഈ വിദ്യാലയം ഉണ്ടായ കാലഘട്ടത്തിലേക്ക് നമ്മളൊന്ന് നോക്കണം. ആർക്കും അങ്ങനെയൊന്നും ഒരു വിദ്യാലയം സൃഷ്ടിക്കാൻ കഴിയാത്ത ഒരു കാലഘട്ടത്തിലാണ് ഈ വിദ്യാലയത്തിന് ബീജാപാപം ചെയ്തത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. വിവേകാനന്ദൻ കേരളത്തിൽ വന്ന് പറഞ്ഞു പോയ ഒരു കാര്യം നമ്മൾ ഓർമ്മപ്പെടേണ്ടതുണ്ട്. അത് അദ്ദേഹം പറഞ്ഞത്, ടേസ്റ്റ് ഓഫ് ദ പാതിരീസ് ഓഫ് കേരള ദേ ഹാവ് ടേക്കൺ എഡ്യൂക്കേഷൻ ടു ദ ഡൗൺ ടൗൺ എന്നാണ്. സമൂഹത്തിൻ്റെ അടിത്തട്ടിലുള്ള ജനങ്ങളിലേക്ക് വിദ്യാഭ്യാസം എത്തിക്കാൻ ഏറ്റവും കൂടുതൽ പ്രയത്നിച്ചത് കേരളത്തിലെ പാതിരികളായിരുന്നു എന്ന് വിവേകാനന്ദൻ അടിവരയിട്ട് പറഞ്ഞത്. ആ ശക്തിയുടെ, ആ പ്രസ്ഥാനത്തിൻ്റെ വലിയ ശക്തി എന്നുള്ള നിലയാണ് കേരളത്തിൽ ഇത്തരത്തിലുള്ള വിദ്യാഭ്യാസങ്ങൾ വന്നത്. അവർണരായ ജനങ്ങൾക്ക് പലപ്പോഴും പല സ്കൂളുകളിലും പോകാൻ പറ്റാത്തതിൻ്റെ പിന്തുടർച്ച എന്നുള്ള നിലയിലാണ് അവർക്ക് കൂടി പഠിക്കാൻ വേണ്ടിയുള്ള വിദ്യാലയങ്ങൾ കേരളത്തിൽ ഉണ്ടാവണം എന്ന് കരുതിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള വിദ്യാലയങ്ങൾക്ക് സഭകൾ ഉണ്ടാക്കിയത് എന്നുള്ളത് ഒരു കൃതജ്ഞതയോടുകൂടെ എത്ര പേർ ഓർമ്മിക്കുന്നുണ്ട് എന്നുള്ളിടത്താണ് കാര്യങ്ങൾ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ
ഈ 175 വർഷം നമ്മൾ ആഘോഷിക്കുന്നത് അത്തരത്തിലുള്ള നമ്മുടെ ഓർമ്മകളിലേക്ക് കൂടെ വിളിച്ച വീശാനും ഇത് ഉണ്ടായി വന്നിട്ട് ഇന്നത് അവിടെ നിൽക്കുന്നു എന്നുള്ളതിനെക്കുറിച്ചുള്ള ഇതുവരെയുള്ള ചരിത്രം നോക്കാനും ഒക്കെ നമുക്ക് ഉള്ള ഒരു ഇടമായിട്ട് അതിനെ കാണാൻ കഴിയണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മളൊരു ഓണക്കാലത്താണ് വന്ന് നിൽക്കുന്നത്. ഓണം ആരംഭിക്കുക. ഓണം എന്ന് പറയുന്നത് ഒരുമയുടെ, ഉന്നതിയുടെ, സമത്വത്തിൻ്റെ ഒക്കെ ഉള്ളൊരു സ്വപ്നം നമുക്ക് ഓർമ്മകൾ തരുന്ന ഒന്നാണ് ഓണം. ഓണം നമ്മൾ ആഘോഷിക്കുന്നത് ഒരു വിജയിയെ വെച്ചിട്ടല്ല. സാധാരണ നിലയിൽ ഇത്തരം ആഘോഷങ്ങളെല്ലാം വിജയികളുടെ പേരിലാണ് നടത്താറ്. പക്ഷേ ഓണം നമ്മൾ ആഘോഷിക്കുന്നത് ഒരു വിജയിയുടെ പേരിലല്ല, ഒരു പരാജിതൻ്റെ പേരിലാണ്. സത്യത്തിന് വേണ്ടി നിലനിന്നു എന്നുള്ളതുകൊണ്ട് സത്യം പാലിക്കാൻ വേണ്ടി തനിക്കുള്ളതെല്ലാം നഷ്ടപ്പെടുത്താൻ തയ്യാറായിട്ടുള്ള മഹാബലിയുടെ തല വെച്ചു കൊടുത്ത അതിൻ്റെ വലിയൊരു ത്യാഗത്തിൻ്റെ, പരാജിതൻ്റെ ാണ് നമ്മൾ ഓണമായിട്ട് ആഘോഷിക്കുന്നത്. അങ്ങനെ മലയാളിക്ക് പരാജിതരുടെ കാര്യത്തിലും നമുക്ക് ആഘോഷങ്ങൾ ഉണ്ടാക്കാൻ കഴിയും എന്നുള്ളത് തന്നെയാണ്. യേശുക്രിസ്തുവിൻ്റെ കാര്യമെടുത്താലും സെൻറ്റ് സെബാസ്റ്റ്യൻ്റെ കാര്യമെടുത്താലും അവർ രണ്ടുപേരും വിജയിച്ചവരായിരുന്നില്ല എന്നവർ ജീവിതത്തിൽ വിജയിച്ചതായിരുന്നില്ല. ക്രിസ്തുവിനെ കുരിശിൽ തരച്ചത് നമ്മൾ കണ്ടു. സെൻറ്റ് സെബാസ്റ്റ്യനെ കൊല ചെയ്തത് നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നുണ്ട്. അത് രണ്ടും അവർ സത്യത്തിന് വേണ്ടി നിലകൊണ്ടു എന്നുള്ളതായിരുന്നു. അത്തരത്തിലുള്ള സത്യധർമ്മങ്ങൾ നിരാകരിക്കപ്പെടുന്ന ഒരു വർത്തമാന കാലഘട്ടത്തിൽ ഓണത്തെ നമ്മൾ പരാജിതൻ്റേതായിട്ട് കണ്ടെത്തുകയും അത് ഇത്തരത്തിലുള്ള പരാജിതർ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച നന്മകൾ ഏറ്റെടുത്തുകൊണ്ട് മനുഷ്യരാക്കി മാറ്റാൻ വേണ്ടിയുള്ള നിരന്തരമായ പ്രവർത്തനങ്ങളിലേക്ക് കടക്കാനുമുള്ളതിൻ്റെ മുന്നോടിയായിട്ട് വേണം നമ്മൾ ഈ 175-ാം വർഷത്തിൻ്റെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങൾക്ക് വേദി ഒരുക്കാൻ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇപ്പോൾ തന്നെ അധിക പ്രസംഗമായ ഈ പ്രസംഗം ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി. റിയൽ സൂപ്പർ സ്റ്റാർ ഓഫ് പാലക്കാട്, അതാണ് എന്നോട് സീക്രട്ടായി പറഞ്ഞത്. അപ്പം ഞാൻ സീക്രട്ട് എങ്ങനെ സൂക്ഷിക്കണമെന്ന് അറിഞ്ഞില്ലേ? നമ്മുടെ വാർഡ് കൗൺസിലർ ശ്രീ അനുപമ മാഡം വീണ്ടും സ്ത്രീരത്നം കണ്ടോ. അതാണ് സെൻറ്റ് സെബാസ്റ്റ്യൻ അവരെ തന്നെ തിരഞ്ഞെടുത്തത്. ജില്ലാ കലക്ടറും ഞാൻ വിളിച്ചതാണ് മാമിന് ഇന്ന് ഓണം പരിപാടി ആയിരുന്നതുകൊണ്ട് വരാൻ കഴിയാഞ്ഞത്. അപ്പോൾ അവരെ വാർഡ് കൗൺസിലർ അവരുടെ കാര്യം പറയുമ്പോൾ ഈ സ്കൂളിൻ്റെ എന്തൊരു പ്രോഗ്രാമിനും എന്ത് തിരക്കുണ്ടെങ്കിലും ഈവൻ പനി വന്ന് അഡ്മിറ്റ് ആണെങ്കിലും വന്ന് ചെയ്തു തന്നിട്ട് പോകുന്ന ഒരു വ്യക്തിത്വമാണ്. അവരെ സാദരം സാഭിമാനം ആശംസ നൽകാനായി ക്ഷണിച്ചുകൊള്ളു. അതുപോലെ തന്നെ പൂർവ്വ വിദ്യാർത്ഥികളുടെ ഒരു സംഗമം, അതിൻ്റെ ഔപചാരിക ചടങ്ങാണ് നടന്നിരിക്കുന്നത്. അതിൻ്റെ ഉദ്ഘാടനം ചെയ്ത വിശിഷ്ട അതിഥി ഫിലിം ഡയറക്ടർ ശ്രീ ശ്യാം പ്രസാദ് അവർ, നമ്മുടെ പരിപാടിയുടെ അധ്യക്ഷ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ബിനുമോൾ അവർ, ഈ പരിപാടിയുടെ ഗസ്റ്റ് ഓഫ് ഓണർ പാലക്കാട് നഗരസഭ ചെയർപേഴ്സൺ ശ്രീമതി പ്രമീല ശശിധരൻ, ശ്രീ TR വിജയൻ സർ, വെരി റെവൽ മദർ ഫാബിനറ്റ് ലിനറ്റ്, retired Deputy Director of Prosecution Advocate Shri Premnath, Shri Anand Padmanabhan, Reverend Father Tom Charles Kirkedath, Shri C. Sadish PTA President, Shri Sajish Kumar, പിന്നെ വോട്ട് ഓഫ് താങ്ക്സ് അറിയിക്കുന്ന ടീച്ചർ ദീപ, പിന്നെ ഈ സ്കൂളിൻ്റെ എല്ലാമായ ഹെഡ് മിസ്ട്രസ് ശ്രീ റെവറൽ സിസ്റ്റർ അരുൾ സെൽവി മാം, പിന്നെ വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട അതിഥികൾ, ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികൾ, ഇവിടെ വന്നിരിക്കുന്ന പൂർവ്വ ടീച്ചേഴ്സ്, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്ന് ഈ വേദിയിൽ നിൽക്കുന്നത് എനിക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം ഈ 175-ാം നിറവിലാണ് നമ്മുടെ സെൻറ്റ് സെബാസ്റ്റ്യൻ സ്കൂൾ. അതുപോലെ തന്നെ കുറേ വർഷങ്ങൾ മുമ്പ് ഇവിടെ പഠിച്ച പൂർവ്വ വിദ്യാർത്ഥികളുടെ ഒരു സംഗമം തന്നെയാണ് ഇവിടെ നടക്കുന്നത്. ഈ വേദിയിൽ ഇരിക്കുമ്പോൾ ഞാനും സിസ്റ്റർ അരുൾ സെൽവി HM സംസാരിക്കുകയുണ്ടായി.
ഇതുപോലെ, കാരണം അവരെയും ഇതുപോലെ ഒരു എലുമിനൈ ഇതിനെ വിളിച്ചിട്ടില്ല, അവരുടെ സ്കൂൾ പഠിച്ച ഇതുവരെ വിളിച്ചിട്ടില്ല. അപ്പോൾ ഞാനും പറഞ്ഞു ഇതുവരെ എന്നെയും ഇതുപോലെ വിളി വന്നിട്ടില്ല. അപ്പോൾ അവർ പറയാണ് ഇനിയും ചിലപ്പോൾ കുറച്ചുകൂടി പ്രായം ആവേണ്ടി വരും. ഞാൻ വിചാരിച്ചു ഇവർക്ക് ഇനി കുറച്ചുകൂടി പ്രായമാവെങ്കിൽ അപ്പോൾ ഇനി എനിക്കും എത്ര കാലം ഞാനും വെയിറ്റ് ചെയ്യേണ്ടി വരും. ചെറിയൊരു നല്ലൊരു സന്തോഷമാണ്, പക്ഷെ ഒരു ചെറിയൊരു കുശുമ്പും തോന്നി. അല്ല, ഇനി നമ്മുടെ സമയം എപ്പോഴാണ് വരിക എന്നറിയില്ല. അപ്പോൾ ഈ ഒരു നമുക്കറിയാം ഈ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എവിടെ എത്തിയാലും ഏറ്റവും മനോഹരമായ വർഷങ്ങളിൽ ഒന്നല്ല ഏറ്റവും മനോഹരമായ വർഷങ്ങൾ തന്നെയാണ് നമ്മുടെ ഈ സ്കൂൾ പഠിക്കുന്ന ജീവിതം. കാരണം നമ്മൾ തുടങ്ങുന്നത് നമ്മുടെ ജീവിതം തുടങ്ങുന്നത് തന്നെ നമ്മൾ സ്കൂളിൽ തന്നെയാണ്. അവിടെ നമ്മൾ ഉള്ളിലിരിക്കുമ്പോൾ ഞാൻ കാണുകയുണ്ടായി നമ്മുടെ പൂർവ്വ ടീച്ചേഴ്സ് ഒരു ഇങ്ങനെ ഗ്രൂപ്പായിട്ട് നിന്ന് സംസാരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ അവരെ ഒബ്സർവ് ചെയ്തിട്ടുണ്ടായിരുന്നു എത്ര ഉത്സാഹത്തോടെയാണ് പണ്ടത്തെ ടീച്ചേഴ്സ് എല്ലാവരും ഒരു കൂട്ടുകൂടിയിട്ട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ടായിരുന്നത്. നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ ഇതേമാതിരി ഫ്രണ്ട്സ് ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുമ്പോൾ ടീച്ചേഴ്സിനെ കണ്ട് അപ്പോൾ ഓടും അല്ലേ, അയ്യോ ഞങ്ങൾ ചീത്ത പറയണോ പറഞ്ഞിട്ട് ഓടും. പക്ഷെ ഇന്ന് നമ്മൾ കാണുമ്പോൾ ആ ടീച്ചേഴ്സിനോട് അങ്ങോട്ട് ഓടുകയാണ് കാണാൻ വേണ്ടിയിട്ട്. അന്ന് ഭയങ്കര പേടിയായിരുന്നു, ഇനി എന്താ പറയുക. പക്ഷെ ഇന്ന് അങ്ങനെയല്ല, ഇന്ന് അത്രയും, കാരണം ഇന്നാണ് ശരിക്കും അറിയുന്നത് ആ ടീച്ചേഴ്സിന് നമ്മുടെ ജീവിതത്തിലൊരു എന്തായിരുന്നു അവരുടെ വാല്യൂ എന്ന് ഇന്നാണ് അറിയുന്നത്. ഞാൻ സ്കൂൾ പഠിക്കുമ്പോൾ എൻ്റെ ഒരു അനുഭവം പറയുകയാണ്. സ്കൂൾ പഠിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും എത്രയും പെട്ടെന്ന് സ്കൂളൊക്കെ കഴിഞ്ഞ് ഒരു ഡിഗ്രി ലെവൽ എത്തിക്കഴിഞ്ഞാൽ അല്ലേ, കാരണം സ്കൂളിൽ പഠിക്കുമ്പോൾ യൂണിഫോമൊക്കെ ഇടുക, എത്രയും പെട്ടെന്ന് ഡിഗ്രി എത്തിക്കഴിഞ്ഞാൽ കളർ യൂണിഫോമും അതേമാതിരി കുറച്ചുകൂടി ഫാഷനായിട്ടൊക്കെ നമുക്ക് നടക്കാമല്ലോ വിചാരിക്കും. പിന്നെ ഡിഗ്രി എത്തി കഴിഞ്ഞപ്പോൾ വിചാരിച്ചു ഇതൊക്കെ എല്ലാം പഠിപ്പൊക്കെ പെട്ടെന്ന് കഴിഞ്ഞിട്ട് എത്രയും പെട്ടെന്ന് ഒരു ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടേതായ സെൽഫ് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ജീവിക്കാമല്ലോ. ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ കുടുംബമായി മക്കളായി ഇതെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ നിൽക്കുമ്പോൾ ആലോചിക്കുകയാണ് ഇതൊന്നുമല്ല. ശരിക്കും ഏറ്റവും കൂടുതൽ ജീവിതത്തിൽ ആസ്വദിച്ച നിമിഷങ്ങൾ നമ്മുടെ സ്കൂൾ ജീവിതം തന്നെ ആയിരുന്നു. വീണ്ടും പുറകിലോട്ട് പോകാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു. അത് വളരെ വളരെ ശരിക്കും ഒരു അനുഭവത്തോടെ പറയാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെ തോന്നുന്നുണ്ടാവും, എനിക്ക് നന്നായിട്ട് അറിയാം. പിന്നെ നിങ്ങൾ എല്ലാവരും കൂടെ വന്നപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ആ ഒരു 1st to 7th ഒക്കെ പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും കൂടുതൽ കുസൃതി കാണിക്കുന്ന സമയമാണ്. എല്ലാവർക്കും ഒരു സീക്രട്ട് പ്ലേസ് ഉണ്ടാവും. എല്ലാവരും അത് നിങ്ങളൊന്ന് പോയി എവിടെ എന്തൊക്കെയാണ് ഞങ്ങൾ ചെയ്തതൊക്കെ എല്ലാവരും ഫ്രണ്ട്സായിട്ട് ഇന്ന് ആലോചിച്ചിട്ടുണ്ടാവുമെന്ന് തീർച്ചയായിട്ടും അറിയാം. എന്തായാലും ഇങ്ങനെ ഇത്ര വലിയൊരു പരിപാടി ഈ പ്രത്യേകിച്ച് നമ്മുടെ സെൻറ്റ് സെബാസ്റ്റ്യൻ സ്കൂളിലെ ടീച്ചേഴ്സും പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഓരോ പൂർവ്വ വിദ്യാർത്ഥികൾ, കാരണം ഒരു ഇൻ്റർ കണക്ഷനാണ്, അല്ലെങ്കിൽ ഓരോരുത്തർക്കും ഇത്രയും പേരെയും കണ്ടെത്തി അവരുടെ കോൺടാക്റ്റ് സംഘടിപ്പിച്ചിട്ട് ഇത്രയും പേരെയും വിളിച്ച് വരുത്തി ഒരു പരിപാടി നടത്തുക പറഞ്ഞാൽ ചെറിയൊരു എഫേർട്ടേ അല്ല, അത് അത്രയും മാസങ്ങളെടുത്തൊരു പരിപാടിയാണ്. സിസ്റ്റർ HM പറയുന്നുണ്ടായിരുന്നു 1000 മേലെ മെമ്പേഴ്സാണ് ഇപ്പോൾ ഓൾറെഡി ഒരു വാട്സപ്പ് ഗ്രൂപ്പായിട്ടുള്ളത്. അപ്പോൾ അത്രയും വലിയൊരു സംഗമം തന്നെയാണിത്. അപ്പോൾ ഈ ഒരു പരിപാടി ഇത്രയും മനോഹരമാക്കിയ ഇതിനു വേണ്ടി എഫേർട്ട് എടുത്ത എല്ലാവർക്കും എൻ്റെ പ്രത്യേക ആശംസകൾ നേരുന്നു. അതുപോലെ തന്നെ ഓണക്കാലമാണ്, എല്ലാവർക്കും എൻ്റെ എല്ലാവിധ ഓണാശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം. ഈ ഒരു പരിപാടി നമ്മൾ നടത്തണം, എന്താണ് അതിന് ചെയ്യേണ്ടത് എന്നൊക്കെ ചിന്തിച്ചപ്പോൾ എന്നും സ്കൂളിൻ്റെ ഏത് കാര്യത്തിനും ഒരു വിളിപ്പാടകലെ ഞങ്ങൾക്ക് നിന്നിരുന്ന ഒരു വ്യക്തിത്വമുണ്ട്, അഡ്വക്കേറ്റ് പ്രേംനാഥ് സാർ. സാറിനെ ഫോൺ ചെയ്യുന്നു, സാറേ ഇങ്ങനെ ഒരു കാര്യം ചെയ്യണം എന്നാഗ്രഹിക്കുന്നു. നടത്താൻ എന്താണ് ചെയ്യേണ്ടത് ചോദിക്കുന്നതിന് മുൻപ് തന്നെ അവിടുന്ന് ഒരു മറുപടി പറഞ്ഞു, എത്രയും പെട്ടെന്ന് നമുക്കത് നടത്തണം, ഏറ്റവും ഭംഗിയായി നടത്തണം, അലുമിനി രൂപീകരിക്കണം, അലുമിനി നടത്തണം. ഇതെല്ലാം ഞങ്ങൾക്ക് ശക്തിയും ഊർജവുമായി നിന്ന ശ്രീ അഡ്വക്കേറ്റ് പ്രേംനാഥ്, റിട്ടയർഡ് ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷൻ, അദ്ദേഹത്തെ തെല്ലൊരു അഭിമാനത്തോടെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. പൂർവ്വ വിദ്യാർത്ഥിയാണ്, അതിൻ്റെ ഒരു സന്തോഷം ഏറെ മനസ്സിലുണ്ട്. അധ്യക്ഷ ശ്രീമതി ബിനുമോൾ മാഡം, വേദിയിലെ വിശിഷ്ട വ്യക്തികളായ ശ്യാം പ്രസാദ്, അജയൻ സർ, പ്രമീള ചേച്ചി,
മറ്റ് എല്ലാ വിശിഷ്ടാതിഥികളെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പ്രധാനപ്പെട്ട ചടങ്ങുകളെല്ലാം കഴിഞ്ഞു. പ്രൗഢഗംഭീരമായ പ്രസംഗമൊക്കെ കഴിഞ്ഞു. ഇനി കുറച്ച് ഇവിടെ മലയാളം മാത്രമേ കേട്ടുള്ളൂ. തമിഴിൽ യാരുമേ പേസലേ അല്ലേ? ആ ഗ്രൂപ്പിൽ ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ കുറേ ഇടയ്ക്കിടയ്ക്ക് തമിഴ് മെസ്സേജുകളൊക്കെ വരും. കുറേയൊക്കെ എൻ്റെ ഒരു ഭാര്യ തമിഴ്നാട്ടുകാരി ആയതുകൊണ്ട് കുറേയൊക്കെ കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കാനൊക്കെ പറ്റും. അവർ ഇംഗ്ലീഷിൽ അടിച്ചൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ തമിഴിലൊരു പ്രാസംഗികനെ കൂടെ ഉൾപ്പെടുത്താമായിരുന്നു. ആരെങ്കിലും പ്രസംഗിക്കുന്നത് വിചാരിക്കാം. തമിഴാണ് അതല്ലേ. ഞാൻ ഈ പരിപാടിക്ക് വരുന്ന സമയത്ത് എൻ്റെ മോൾ എന്നോടൊരു ചോദ്യം ചോദിച്ചു. സാധാരണ കഴിഞ്ഞ 35 വർഷമായിട്ട് അഭിഭാഷക ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വെള്ള വസ്ത്രം മാത്രം, വെള്ള ഷർട്ടാണ് കൂടുതൽ ഇടുക. വെള്ള ഷർട്ട് ഇട്ടിട്ട് സ്ഥിരമായി പല പരിപാടിക്ക് പോകുമ്പോഴും വെള്ള ഷർട്ട് ഇടാറുള്ളത്. കളർ ഷർട്ട് വളരെ അപൂർവമായിട്ട് ഇടാറുള്ളൂ. ഞാൻ ഈ പരിപാടിക്ക് വന്നപ്പോൾ ഒരു ഷർട്ടൊക്കെ ഇട്ടു. സാധാരണ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ ഇടുന്ന ഷർട്ടാണ്. അപ്പോൾ മോൾ എന്നോട് ചോദിച്ചു, അച്ഛൻ്റെ പഴയ കൂട്ടുകാരികളൊക്കെ ഉണ്ടാവില്ലേ എന്ന് വിളിച്ചു. പക്ഷെ ഞാൻ ആ കാര്യത്തിൽ വളരെ ഹതഭാഗ്യനാണ്. ആകെ കുറച്ച് മാസങ്ങൾ മാത്രമേ ഞാനിവിടെ പഠിച്ചിട്ടുള്ളൂ. ഒരു കൂട്ടുകാരി ഉണ്ടോയെന്ന് പോലും എനിക്കറിയില്ല. 35 വർഷത്തിന് ശേഷമാണ് ഞാൻ ഈ സ്കൂളിലാണ് പഠിച്ചതെന്നുള്ള കാര്യം തന്നെ എനിക്ക് മനസ്സിലായത്. അത് വളരെ ആകസ്മികമാണ്. ഒരു ദിവസം ഞാൻ കോടതിയിലേക്ക് പോകുന്ന സമയത്ത് രാവിലെ ഒരു 9:30 മണിയാകുമ്പോൾ റോട്ടിൽ കൂടെ നിറയെ കുട്ടികൾ, യൂണിഫോം ഇട്ട കുട്ടികൾ, ക്രീം ഷർട്ടും ഗ്രീൻ ഷോർട്ട്സൊക്കെ ആയിട്ട്, ഏകദേശം 20-22 വർഷം മുമ്പത്തെ കഥയാണ്. റോഡിൽ കൂടെ നടന്നു പോകുന്നു. നമുക്കറിയാലോ പാലക്കാട് ആ സമയത്ത് ഫെബ്രുവരി മാർച്ചിലെ വെയിലൊക്കെ. ഞാൻ നോക്കിയപ്പോൾ അവർ ഒരാളുടെ കുട്ടിയുടെ കാലിലും ചെരുപ്പുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്കെന്തോ മനസ്സിൽ തോന്നി. ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ ഏതാ സ്കൂളിലെ കുട്ടികളാണെന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ഞാൻ സെൻറ്റ് സെബാസ്റ്റ്യൻ സ്കൂളിലെ കുട്ടികളാണെന്ന് പറഞ്ഞു. ഞാനത് കേട്ടു. ഞാൻ കോടതിക്കൊക്കെ പോയി. പക്ഷെ അത് ആ ഉച്ചയ്ക്ക് നടക്കുന്നത്, അവർ ആ വെയിലത്ത് നടക്കുന്നതിൻ്റെ മനസ്സിൽ കണ്ടപ്പോൾ ഉച്ചയൂണിൻ്റെ സമയത്ത് ഞാൻ ബൈക്കെടുത്ത് ഇങ്ങോട്ടേക്ക് വന്നു. ആദ്യമായിട്ട് ഈ സെൻറ്റ് സെബാസ്റ്റ്യൻ സ്കൂളിലേക്ക് ആദ്യമായി കയറുകയാണ്. കയറി കണ്ടു, ഹെഡ് മിസ്സസിനെ കണ്ടു. ഹെഡ് മിസ്സസ് ടീച്ചറെയൊക്കെ വിളിച്ചു, കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇങ്ങനെ കുറേ കുട്ടികൾ നടന്നു പോകുന്നതുകൊണ്ടു, ചെരുപ്പില്ലാതെ നടന്നു പോകുന്നതുകൊണ്ടു എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോഴാണ് പറഞ്ഞ്, ഇവിടുത്തെ കൂടുതൽ കുട്ടികളും വളരെ പാവപ്പെട്ട കുടുംബത്തിലെ കുട്ടികളാണ് അവിടെ വരുന്ന കുട്ടികൾ. അപ്പോൾ സ്കൂളിൽ നിന്ന് യൂണിഫോം കൊടുക്കും, ഇവിടെ പറഞ്ഞ പോലെ ഉപ്പുമാവ് കൊടുക്കും, പക്ഷെ ചെരുപ്പ് കൊടുക്കാനുള്ള പ്രൊവിഷൻ സ്കൂളിലോ അല്ലെങ്കിൽ കേരള വിദ്യാഭ്യാസ വകുപ്പിലോ ഇല്ല. അപ്പോൾ ഉടൻ തന്നെ VKC എന്ന് പറഞ്ഞ ബ്രാൻഡ് എൻ്റെ വളരെ പരിചയക്കാരായിരുന്നു. അവരെ വിളിക്കുകയും അവർ എന്നോട് ആദ്യം ചോദിച്ചു, കുട്ടികളുടെ അളവ് എത്രയാണ്, കാലിൻ്റെ അളവ് എത്രയാണ്. എനിക്കറിയില്ല. 5, 6, 7 ക്ലാസ്സിലെ കുട്ടികളൊക്കെയാണ്. കാലിൻ്റെ അളവ് എനിക്കറിയില്ല. പിന്നീട് അടുത്ത ഒരാഴ്ച ടീച്ചർമാർ നെട്ടോട്ടായിരുന്നു. സ്റ്റേപ്പും വെച്ച് ഓരോ കുട്ടിയുടെ കാലുമൊക്കെ അളന്നു. ഒരാഴ്ചക്കുള്ളിൽ ലിസ്റ്റ് തന്നു. 2 ആഴ്ചക്കുള്ളിൽ 3 ചാക്ക് ചെരുപ്പ് കൂടെ കൊണ്ടുവന്ന് കുട്ടികളെ കൊടുത്തു. അപ്പോൾ ഈ ആദ്യം വന്ന ദിവസം എൻ്റെ കണ്ണിൽപ്പെട്ടത് ഇവിടെ ഒരു ഓടുകൊണ്ടുള്ള ഒരു 2 മുറി, ഒരു 3 മുറിയുണ്ട് ഓടിലപ്പെട്ടത്. അപ്പോൾ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ എന്തോ ഒരു തോന്നലുണ്ടായി, ഈ മുറി ഞാൻ മുമ്പ് എപ്പോഴോ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ 35 വർഷത്തിനുള്ളിൽ ഞാൻ സെൻറ്റ് സെബാസ്റ്റ്യൻ സ്കൂളിൻ്റെ ഉള്ളിൽ കയറിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. പക്ഷേ ഇത് മനസ്സിൽ ഏത് ഹിന്ദി സിനിമയിലൊക്കെ കാണുന്ന പോലെ ഈ മുറി എനിക്ക് നല്ല ഓർമ്മയുണ്ട്. തിരിച്ച് ഞാൻ വീട്ടിലേക്ക് ചെന്നു, കഥയൊക്കെ പറഞ്ഞു, അമ്മയോട് പറഞ്ഞു. ആ സ്കൂളിൽ പോയപ്പോൾ അവിടെ ഒരു മുറിയൊക്കെ കണ്ടു. പക്ഷെ ആ മുറി എനിക്ക് എന്തോ ഒരു ഓർമ്മ പറഞ്ഞു. അപ്പോഴാണ് അമ്മ പറഞ്ഞ്, നിന്നെ അവിടെയാണ് ഞങ്ങൾ നഴ്സറിയിൽ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. നീ കുറേ കാലം കൊണ്ടു നടന്നുള്ള ഒരു പച്ച കളർ മീന് ആ സ്കൂളിലെ ആയിരുന്നു നീ കുറേ കാലം കൊണ്ടു നടന്നിരുന്ന സാധനമെന്ന് പറഞ്ഞു. അതൊക്കെ എവിടെ പോയി അന്ന് കാലത്ത്. അപ്പോഴാണ് മനസ്സിലായത് ഇത് ഞാൻ പഠിച്ചൊരു സ്കൂളായിരുന്നു. അതിനുശേഷം ഒരു പല പരിപാടികളൊക്കെ എന്നെ വിളിക്കാറുണ്ട്, പല കാര്യങ്ങളിലും സഹായിക്കാൻ പറ്റിയിട്ടൊക്കെ ഉണ്ട്. പക്ഷെ ഇത്ര ഗംഭീരമായ രീതിയിൽ ഒരു പ്രോഗ്രാം നടത്തുന്നു എന്ന് പറഞ്ഞപ്പോൾ 2 ആൾക്കാർ നമ്മൾ എത്രത്തോളം അത് അഭിനന്ദിച്ചാലും പോരാ. ഹരിപ്രിയ ടീച്ചറും അതുപോലെ ദീപ ടീച്ചറും. എല്ലാവർക്കൊക്കെ ഒന്ന് കയ്യൊക്കെ അടിക്കാം. ഹരിപ്രിയ ടീച്ചർ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് വന്നതെന്ന് അറിയില്ല. ഇടയ്ക്കിടയ്ക്ക് ആശുപത്രിയിൽ പോയി കുറച്ച് മയക്കുമരുന്നൊക്കെ കുത്തിവെച്ച് വരുന്ന ആളാണ്. ഇടയ്ക്കിടയ്ക്ക് പോയി എനർജി ചെയ്തിട്ട് വരുന്ന ആളാണ്. എങ്ങനെ അറിയില്ല, ആ എനർജി വീണ്ടും കിട്ടും, പിന്നെയും കുറച്ച് എനർജി പോകും, വീണ്ടും ആശുപത്രിയിൽ പോകും, തിരിച്ചു വരിക. ഇവരുടെ ആ ഒരു ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ളൊരു ആ ഒരു ആഗ്രഹം എത്ര മനോഹരമായിട്ടാണ് ഈ പരിപാടികളൊക്കെ ഒരുക്കിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളിൽ പലരും എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് പഴയ കൂട്ടുകാരനെയും കൂട്ടുകാരെയൊക്കെ കണ്ടതിൽ. ഞാൻ തീരെ ഹാപ്പിയല്ല, കൂട്ടുകാരനും ഇല്ല, കൂട്ടുകാരും ഇല്ല. ഇത് എൻ്റെ 72 കാലഘട്ടത്തിലാണ് ഞാൻ പഠിച്ചിരിക്കുന്നത്. അന്ന് ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയണം, എൻ്റെ ആ കൂടെ പഠിച്ചാന്ന് പറഞ്ഞാൽ വളരെയധികം സന്തോഷമുണ്ട്.
ദെൻ ഈ ആനിവേഴ്സറി നമ്മൾ ഗരിമ എന്ന് പറഞ്ഞ പരിപാടികൾ നടത്തി, വളരെ ഗംഭീരമായി വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടായി, 1000-ൽ കൂടുതൽ ആളായി അടിച്ചു പൊളിച്ച് പരിപാടി നടത്തി. പക്ഷേ ഇത് ഒരിക്കലും ഇവിടെ നിൽക്കരുത്. ഇതൊരു കണ്ടിന്യൂയിങ് ആക്ടിവിറ്റി ആയിട്ട് വേണം. പ്രത്യേകിച്ച് അജയ് സാറെ പോലുള്ള ആളുകൾ ചുക്കാൻ പിടിക്കുന്ന ഒരു സംഭവം പറഞ്ഞാൽ ഒരിക്കലുമല്ല. പാലക്കാടിൻ്റെ ഒരു തിലകക്കുറിയായിട്ടുള്ള ഏത് സ്ഥാപനങ്ങളും ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ മേക്കറാണ് അജയൻ സാറ്. അപ്പോൾ അജയൻ സാറാണ് ഈ പരിപാടിയുടെ ചുക്കാൻ തന്നെ പിടിക്കുന്നത്, ഈ പരിപാടി ഗംഭീരമാക്കുന്നത്. അപ്പോൾ നമുക്ക് കുറേ അജണ്ടകളുമുണ്ട് ഈ പരിപാടി നടത്തുന്നതിന്. ഒരു ഹിഡൻ അജണ്ട, രഹസ്യ അജണ്ടകൾ കുറച്ചുണ്ട്. ഒന്ന്, ഈ ഇവിടെ ഇരിക്കുന്ന ഈ കാര്യം ഓരോ പ്രാവശ്യത്തെ പരിപാടി നടത്തുമ്പോഴും എനിക്ക് തോന്നുന്നത് വാടകയ്ക്ക് എടുത്തിട്ടാണ്. ഇപ്രാവശ്യം മഴ വരുന്നവർ പേടിച്ച്, മഴയാണെങ്കിൽ വന്നതുമില്ല, മഴ വരും എന്ന് പേടിച്ച് 10,000 മുഴക്കി ഒരു പന്തലുണ്ടാക്കി. അടുത്ത വർഷം ഇങ്ങനെ ഒരു പരിപാടി നടക്കുമ്പോൾ ഇവിടെ ഈ പന്തൽ ഉണ്ടാവരുത്, ഇവിടെ സ്ഥിരമായ ഒരു പന്തൽ ഉണ്ടാക്കണമായിട്ട്. അത് നമ്മൾ പൂർവ്വ വിദ്യാർത്ഥികൾ വിചാരിച്ചാൽ ഉറപ്പായി നടക്കും. രണ്ടാമതൊരു ആഗ്രഹം, ഇതൊരു ഹെറിറ്റേജ് ബിൽഡിംഗ് ആണ്. 175 വർഷം സ്കൂൾ എന്ന് പറഞ്ഞാൽ ഏകദേശം അത്രത്തോളം പഴക്കമുള്ള ഒരു ബിൽഡിംഗ് ആണ്. എന്തുകൊണ്ടോ ഇവരുടെ നല്ല മനസ്സ് പോകണം. ശ്യാംപ്രസാദ് സാർ പറഞ്ഞ പോലെ റോസാപ്പൂക്കളുടെ സ്ഥലം പോയെങ്കിലും ആ ബിൽഡിംഗ് എങ്കിലും ബാക്കിയുണ്ട് എന്നുള്ളൊരു വലിയ കാര്യമാണ്. അതിനെ നമ്മുടെ പാലക്കാടൻ കോട്ട നിൽക്കുന്ന പോലെ തന്നെ ഹെറിറ്റേജ് ബിൽഡിംഗ് ആക്കി, അതിൻ്റെ ഉള്ളിൽ കുറച്ച് മോടിയൊക്കെ വെച്ച് അതൊരു ഹാൾ പോലെയൊക്കെ ആക്കി ഒരു ഹെറിറ്റേജ് ബിൽഡിംഗ് ആയിട്ട് നിലനിർത്തുന്നതാണ്. മൂന്നാമതൊരു കാര്യം പറയുന്നത്, സ്കൂളിലെ കുട്ടികളെ ഞങ്ങളെ കൊണ്ടുപോയി ഒരു റൂമിലെത്തി മീറ്റിങ്ങിന്. എന്നിട്ട് ഞങ്ങളടുത്ത് പറഞ്ഞു ഇത് സ്മാർട്ട് ക്ലാസ് ആണെന്ന്. എനിക്ക് അറിഞ്ഞില്ല ക്ലാസ് ആണോ സ്മാർട്ട്, അവിടെ വരുന്ന ടീച്ചേഴ്സാണോ സ്മാർട്ട്, കുട്ടികളാണോ സ്മാർട്ട്. ഒരു സ്മാർട്ട് ക്ലാസ്സിൻ്റെ ഇല്ല. അതിനെ ശരിക്കും ഇന്നത്തെ കാലങ്ങളിൽ, പണ്ടത്തെ കാലമൊക്കെ പോയി, നമ്മുടെ പിള്ളേരൊക്കെ നമ്മളെക്കാൾ ബുദ്ധിമാന്മാരാണ്. അവരിത് റോബോട്ടിക് എഞ്ചിനീയറിൻ്റെയും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയൊക്കെ കാലമാണ്. അത് പഠിക്കേണ്ടത് കോളേജുകളിലല്ല, സ്കൂളുകളിലാണ് അത് പഠിപ്പിക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് അതെല്ലാം പഠിപ്പിക്കാൻ അതിനൊക്കെ പറ്റിയ രീതിയിൽ ഒരു നല്ലൊരു സ്മാർട്ട് ക്ലാസ്, നല്ല സാങ്കേതികമായിട്ട് കഴിവുള്ള ധാരാളം ആൾക്കാരുണ്ട്, പല മേഖലകളിലും ആൾക്കാരുണ്ട്, അവർക്കത് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഇത് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ഗ്രൂപ്പിലിട്ടുണ്ടായിരുന്നു. എൻ്റെ അച്ഛൻ്റെ അനിയത്ര മോള്, അവൾ ഇവിടുന്ന് പഠിച്ചതാണ്, ഇന്ന് അമേരിക്കയിലെ ഒരു വലിയൊരു കമ്പ്യൂട്ടർ എഞ്ചിനീയറാണ്. ഇന്ദു എന്നാണ് പേര്, ഇന്ദു കാഞ്ഞിരക്കൊല്ല ഇന്ദു. അവൾ ഉടൻ തന്നെ ഇത് കേട്ടു, ഈ ഒരു പരിപാടി ചെയ്യണം പറഞ്ഞു. അവൾ 25,000 രൂപ അതിനു വേണ്ടി അയച്ചു തന്നു, ഈ പരിപാടിക്ക് വേണ്ടി. അപ്പോൾ ഇവിടെ ആരുമല്ല, ഇവിടെ എല്ലാവരും അതിന് പൈസ കൊടുക്കാൻ ധാരാളം കഴിവുള്ള ആൾക്കാരുണ്ട്. നമ്മളാക്കി വളർത്തിയ ഈ സ്ഥാപനത്തിൽ നമുക്ക് പറ്റാവുന്നത്ര നമ്മൾ കോൺട്രിബ്യൂഷൻ ചെയ്യാം. ഇടയിൽ നമ്മൾ സന്തോഷങ്ങൾ പങ്കുവെക്കുന്നതോടൊപ്പം സ്കൂളിൻ്റെ വളർച്ചയിൽ പോലും നോക്കുക. പലപ്പോഴും ക്രിസ്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷന് പുറമേ നിന്ന് പൈസ കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. സാധാരണ എല്ലാവരും പറയുന്നത് ഇവർക്കൊക്കെ വിദേശത്ത് നിന്ന് ഇഷ്ടംപോലെ ഫണ്ട് വരുന്നു. സാധാരണ പറയും പള്ളിയിലത്തെ കാര്യം അള്ളാനല്ലേ അറിയുള്ളൂ എന്ന്. അവരുടെ കാര്യം അവർക്കല്ലേ അറിയുള്ളൂ. വളരെ സെൻറ്റ് സെബാസ്റ്റ്യൻ സ്കൂളിനെ കുറിച്ച് വളരെ നന്നായിട്ട് അറിയാം. അങ്ങനെ ഒരു ഫണ്ട് കിട്ടുന്ന സ്ഥാപനമല്ല. ദിവസം നടത്തിപ്പിന് തന്നെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് നമ്മളെപ്പോലുള്ള പൂർവ്വ വിദ്യാർത്ഥികളായിരിക്കണം ഈ സ്കൂളിൻ്റെ നടത്തിപ്പിലായിരിക്കണം. 200-ാം വാർഷികം ആഘോഷിക്കുമ്പോഴും നമ്മളെല്ലാവരും ഉണ്ടാവും കേട്ടോ. 200-ാം വാർഷികം ആഘോഷിക്കുമ്പോൾ ഇതൊരു പാലക്കാടത്തെ ഏറ്റവും അറിയപ്പെടുന്ന, ഏറ്റവും ഒരു മോഡേൺ ടെക്നോളജിയുള്ള ഏറ്റവും നല്ലൊരു വിദ്യാലയമായിട്ട് മാറാൻ നമ്മളെല്ലാവരും കൂടെ പരിശ്രമിച്ച് നടക്കുമെന്ന് ഉറപ്പുണ്ട്. എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ജയ് ഹിന്ദ്. மேடையிலிருப்போருக்கும் அவையில் இருப்போருக்கும் வணக்கம், மாலை வணக்கம். நான் தமிழில் பேச வேண்டும் என்று ஆவலுடன் வந்தேன். ஏனென்றால் எனக்கு தமிழை அழகாக ஊட்டியது இந்த மலையாளம். எனக்கு தமிழை அழகாக ஊட்டியது மலையாளம். இங்குதான் தமிழ் கற்றுக்கொண்டேன். என் ஆசிரியர்களுக்கும் தமிழ் மட்டுமல்ல, ஹிந்தி டீச்சர் உட்கார்ந்துருக்காங்க. என் வாழ்க்கையில் 15 வருடங்கள் நான் டெல்லியில் வேலை பார்த்தேன். உலகத்தரம் வாய்ந்த கம்பெனிகளில் வேலை பார்த்தேன். எவற்றுக்கும் காரணம் அந்த தைரியம். இங்கிருந்து டெல்லி போக வேண்டும், அங்கு வேலை தேடி பிழைக்க வேண்டும் என்ற ஒரு காலகட்டத்தில் வேலை தேடி போன ஒருவனுக்கு ஹிந்தி மொழி, நீங்கள் ஊட்டிய ஹிந்தி மொழி என்னை ஊக்குவித்தது. சாதாரண பிஏ ஹிஸ்ட்ரி விக்டோரியா காலேஜில் முடிச்சுட்டு டெல்லியில் போய் வேலை தேடும்போது உலகத்தில் நம்பர் 1 கம்பெனிஸில் 3 தடவை, ஒரு தடவை பேங்க் ஆஃப் அமெரிக்கா, ஸ்வாட்ச் குரூப், ஒமேகா ரேடோ வாட்ச் கம்பெனி அண்ட் ஹைட்ரிக் அண்ட் ஸ்டெகல்ஸ், இந்த 3 கம்பெனிகளும் வந்து உலகத்தில் நம்பர் 1 கம்பெனிஸ் அவங்க ஃபீல்டில். ஸோ பிஏ ஹிஸ்ட்ரி படிச்சுட்டு
அங்கே வேலை தேடி போய் படிக்கும்போது இதற்கு அடுத்தபடியாக எனக்கு உதவியாக இருந்தது ஆங்கிலம் என்ற மொழி. அதையும் நான் இங்கு தான் அடிப்படைகளை கற்றுக்கொண்டேன். அங்குதான் நான் முன்னால் நடந்ததை பற்றி யோசனை பண்ணும்போது எல்லாரும் சொல்கிறாங்க பிரைமரி ஸ்கூல் ரொம்ப முக்கியம் அப்படின்னு சொல்கிறாங்க. எதனால் முக்கியம்னு கேட்டிங்கன்னா, நமக்கே அறியாத வயதில் நமக்கு ஒன்றுமே அறியாது, பேகை தூக்கிட்டு வர வேண்டியது, ஸ்கூல் உட்கார வேண்டியது, வாத்தியார் சொன்ன ஹோம்ஒர்க் சொல்ல வேண்டியது, ஏபிசிடி சொல்ல வேண்டியது, திரும்பி போய் விளையாட வேண்டியது, வாழ்க்கை என்னவென்று அறியாத காலகட்டத்தில் நமது அஸ்திவாரத்தை ஃபவுண்டேஷனை அவர்கள் அமைத்தார்கள். பிழைகள் இன்றி. ஒரு பிழை நடந்திருந்தால் நாம் இந்த நிலைமைக்கு வந்திருக்க மாட்டோம். அதாவது ஒரு கட்டிடம் கட்டும்போது, நமக்குன்னு ஒரு கட்டிடம் கட்டும்போது ஒரு சின்ன செங்கல் கூட தவறான செங்கலை வச்சு கட்ட மாட்டோம், தூக்கி போட்டோம். அப்படி ஒரு அஸ்திவாரம் அமைத்து கொடுத்த இந்த அனைத்து ஆசிரியர்களுக்கும் இந்த அமைப்புக்கும் நன்றி சொல்ல வந்திருக்கோம். நம்ம காலப்போக்கில் என்ன பண்ணேன்னா நம்ம ரொம்ப அவேர் ஆகிடும். இப்போ இங்கேருந்து பிஎம்ஜி ஸ்கூல் போகும்போது எனக்கு கிளியர் ஐடியா, நான் என்ன பண்ணணும் லைஃப்பில். ஆர்மியில் ஜாயின் பண்ணணும், என்சிசியில் சேரணும், ஸ்போர்ட்ஸில் போகணும், எல்லாம் ஒரு ஸ்ட்ரக்சர்ட் ஐடியா கிடச்சிச்சு. அதுக்கப்புறம் காலேஜுக்கு போனால் இன்னும் விரிவான ஐடியா. அப்போ இந்த எந்த விதமான அபிப்பிராயங்களும் இல்லாத காலகட்டத்தில் நம்மளை நம்மளோட ஃபவுண்டேஷனை அவங்க போட்டு வச்சாங்க. அதாவது இன்னொருத்தரோட பில்டிங் கட்டும்போது அடிப்படைகளை அஸ்திவாரத்தை ஸ்ட்ராங்காக அமைச்சு கொடுத்த அந்த ஒரு அமைப்பு தான் இந்த பிரைமரி ஸ்கூல் அப்படிங்கிறது. ஏன்னா நமக்கு எதுவுமே தெரியாது. அடுத்த ஒரு பாயிண்ட், இந்த 175வது ஆண்டுகளை கொண்டாடுறதுக்கு சாதாரணமாக என்ன நடக்கும்னு கேட்டிங்கன்னா, ஓல்டு ஸ்டூடெண்ட்ஸ் எல்லாம் சேர்ந்து ஒரு அசோசியேஷன் ஃபார்ம் பண்ணி அவங்கெல்லாம் இன்ஸ்டியூஷனில் ஒரு ரிக்வெஸ்ட் கொடுத்து, நாங்கள்லாம் இந்த மாதிரி ஓல்டு ஸ்டூடெண்ட்ஸ் மீட்டிங் பண்ணணும், நீங்கள் எங்களுக்கு ஒரு ஸ்பேஸ் கொடுங்க. நான் கேட்டிருக்கேன், பிஎம்ஜி ஸ்கூலில் பண்ணியிருக்கேன், விக்டோரியா அப்படி தான் பண்ணணும். ஆனால் ஒரு வித்தியாசமாக இங்கே வேலை பண்ணுற டீச்சர்ஸ் எல்லாம் சேர்ந்து வாங்க வாங்க அப்படின்னு வரவேற்று இந்த விழாவை சிறப்பாக அற்புதமாக நடத்தி கொண்டிருக்கிறார்கள். இனியும் அற்புதமாக நடக்கும். அந்த திறன் வாய்ந்த ஒரு டீம் அதை தலைமையேற்று நடத்தி கொண்டிருக்கிற அருள்செல்வி சிஸ்டர் அருள்செல்வி ஆகட்டும், அந்த ஹரிப்ரியா மேடம் ஆகட்டும், இவங்கெல்லாம் நீங்கள் வாட்ஸ்அப்பில் ஃபீல் பண்ணியிருப்பீங்க எத்தனை பேருன்னு சொல்லிட்டு ஒரு மெசேஜ் போட்டிங்கன்னா உடனே ஒரு ரிப்ளை வரும். ஒரு குரூப்பில் இப்படியா மெசேஜ் போடுவாங்க. ஏதாவது ஒரு கொரி போட்டால் உடனே மேடம் வாய்ஸ் மெசேஜ் போடுவாங்க. எங்கே அவங்க ஹாஸ்பிட்டலில் படுத்துட்டு இருக்கும்போது வாய்ஸ் மெசேஜ், சாரி நான் ஹாஸ்பிட்டலில் இருக்கேன் கொஞ்சம் மன்னிச்சுக்கோங்க அப்படின்னு சொல்லிட்டு ஒரு வாய்ஸ் மெசேஜ் போட்டு, ஆனால் ரிப்ளை இல்லாத ஒரு மெசேஜை கூட இந்த குரூப்பில் பார்க்க முடியாது. அண்ட் ஈச் அண்ட் எவ்ரி கொரி வாஸ் அட்டெண்டட். அவ்வளோ அற்புதமான முயற்சி எடுத்து இதை அற்புதமாக நடத்திட்டு இருக்கிற, அதை மேற்பார்வை அடைச்சிருக்கிற எங்களோட சிஸ்டர் அருள்செல்விக்கு எங்களோட ஓல்டு ஸ்டூடெண்ட்ஸ் தரப்பில் ஒரு மொமெண்டோ கொடுக்கறதுக்கு நீங்கள் எல்லாம் பர்மிஷன் கொடுக்கணும். இதில் நீங்கள் என்ன செய்யணும் அப்படின்னு சொன்னீங்கன்னா, உங்களோட ஒவ்வொரு கிளாஸில் இருக்கிறவங்களும், இங்கே நிறைய கிளாஸில் இருக்கவங்களாம் இருக்கீங்க, ஒவ்வொரு பேட்சில் இருக்கவங்களும் அவங்க ஃப்ரெண்ட்ஸ் 10 பேர் 20 பேரை நீங்கள் இந்த குரூப்பில் சேர்த்து இந்த ஒரு 175வது வருஷம் கொண்டாடும் பிப்ரவரியில் இவங்களோட அந்த ஃபைனல் செலிப்ரேஷன் பிளான் பண்ணிகிட்ருக்காங்க. இதை ஒரு இந்த நாடு கண்டாத அளவுக்கு ஒரு சிறப்பான ஒரு ஃபங்க்ஷனாக இந்த செபாஸ்டியன் ஸ்கூல், அதாவது பெரிய பெரிய ஐஏஎம் ஐஐடி எல்லாம் பண்ணுறதெல்லாம் பெரிய விஷயம் கிடையாது. ஏன்னா நிறையா ஃபண்ட்ஸ் இருக்குது, ப்ரைவேட் காலேஜஸ் பண்ணுறது பெரிய விஷயம் கிடையாது. இந்த மாதிரி சாதாரண ஸ்கூல்லேருந்து படித்து போன குழந்தைகள் பெரிய அளவில் சக்ஸஸ்ஃபுல்லாக வர்றது பெரிய விஷயம். ஏன்னா சாதாரண மக்களுக்கான வாய்ப்புகளை அமைத்து கொடுக்கக்கூடிய ஒரு பிளாட்ஃபார்ம், ஒரு அடிப்படை அது இந்த ஏன்னா எங்களுக்கே தெரியும், எந்த விதமான வசதி வாய்ப்புகள் இல்லாத காலத்தில் எங்கள் அப்பா குழந்தைகளை இந்த ஸ்கூலுக்காக இங்கே பக்கத்தில் வீடு வாங்கினாரு. எப்படி இந்த ஸ்கூலுக்கு பசங்க நடந்து வரணுங்கிறதுக்காக அப்பா இங்கே வீடு வாங்கினாரு. ஸோ அந்த மாதிரி இந்த ஒரு ஸ்கூல் இன்னும் நிறையா பேர்த்த க்ரியேட் பண்ணும், இன்னும் நிறையா வருஷங்கள் நீண்டு போக வேண்டியிருக்கு. இந்த 175 வருஷங்களில் நம்ம படித்ததுன்னு பார்த்தீங்கன்னா ஒரு மேக்ஸிமம் 7 இயர்ஸ், 1ஆம் கிளாஸ்லேருந்து 7ஆம் கிளாஸ் வரைக்கும் படித்தோம் மேக்ஸ் இல்லையா. அப்போ எப்படி இந்த நிறுவனம் ஒரு 125 வருஷம் தாண்டி வந்துச்சு. அப்போ நம்மளை போல் நிறையா பேர் இதிலேருந்து படித்து அந்த எஸ்டாப்ளிஷ்மெண்ட்டை க்ரியேட் பண்ணி அந்த ஒரு இமேஜ்னு சொல்லுவாங்க,
இந்த ஸ்கூல் நல்ல ஸ்கூலு, இந்த ஸ்கூல் நல்லா பாடம் எடுப்பாங்க, ஓகே குட் ஃபார் எஜுகேஷன். அந்த ஸ்டூடெண்ட்ஸ் இங்கேருந்து படித்து போன ஸ்டூடெண்ட்ஸ் நம்மளே இது வரைக்கும் ஒரு வாய்ப்பு கிடைக்காததுக்காக வெயிட் பண்ணிட்டு இருந்தேன். நான் வெயிட் பண்ணிட்டு இருந்தேன் எப்படி இந்த சென்ட் செபாஸ்டியன் ஸ்கூலில் போய் எப்படி நம்ம அப்ரோச் பண்ணுறது, சிஸ்டர்ஸ் மிஷனரி ஆச்சு நம்ம எப்படி பண்ணுறது, இந்த வழியாக போகும்போது எல்லா ஸ்கூலுக்கும் பண்ணேன், இந்த ஸ்கூலுக்கு மட்டும் பண்ண முடியல அப்படின்னு சொல்லி ரொம்ப வருத்தப்பட்டிருந்தேன். அது இன்றைக்கி என்னோடய ஆத்ம சாந்தி, அதாவது எனக்கு ஒரு சாந்தி இன்றைக்கி, ஓகே நம்ம ஸ்கூலுக்கு பண்ணிட்டோம் அப்படிங்கிற ஒரு சாட்டிஸ்ஃபேக்ஷனோட உங்கள் எல்லாத்துக்கும் வாழ்த்துக்கள் கூறி, வாய்ப்புக்கு நன்றி கூறி, ഓണத்துக்கு வாழ்த்துக்கள் கூறி விடைபெறுகிறேன். நன்றி. ഹിന്ദി പഠിപ്പിച്ച ടീച്ചറെ ഞാൻ സാദരം ക്ഷണിച്ചോളൂ. എൻ്റെ മകൾ എന്നോടൊരു കാര്യം ചോദിച്ചു, ഒരു ക്രിസ്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷനല്ലേ അമ്മ, ഇവിടെ ഒരുപാട് സിസ്റ്റേഴ്സൊക്കെ നിങ്ങളുടെ കൂടെയുണ്ട്, ഇവിടെ പഠിച്ചവരാരും ഫാദർ ആയില്ലേ? അതൊരു ചോദ്യമായിരുന്നു. പിറ്റേ ദിവസം രാവിലെ സിസ്റ്റർ പറയാണ്, ഇവിടെ പഠിച്ചൊരു ഫാദർ ഉണ്ട്, അദ്ദേഹം വരുന്നതായിരിക്കും. അവൾക്കും സമാധാനമായി, എനിക്കും സമാധാനമായി. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. അങ്ങനെ ലോകത്തിന് മുഴുവൻ സുഖം പകർന്നാൽ പോരാ, സെന്റ് സെബാസ്റ്റ്യന്റെ മക്കൾക്കും സുഖം പകരാനായി അദ്ദേഹത്തിന്റെ ആശംസാ പ്രസംഗത്തിനായി റവറൻഡ് ഫാദർ ടോം ചാൾസ് കിഴക്കേടത്തിനെ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. നക്ഷത്രങ്ങളെ, സ്വർണ്ണ നക്ഷത്രങ്ങളെ, മുമ്പിലിരിക്കുന്ന ഒരു സാഗരം എല്ലാം പ്രത്യേകമായി മുമ്പിൽ കണ്ടുകൊണ്ട് എല്ലാവർക്കും വണക്കം, പ്രണാമം. ടീച്ചർ പറഞ്ഞതുപോലെ ആരും വൈദികരായില്ലേ എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടിയെന്നും അത് ഞങ്ങൾ രണ്ടുപേര് ഒരേ വർഷം ഇവിടെ നിന്ന് പഠിച്ചിറങ്ങിയ രണ്ടുപേര് തമിഴ് മീഡിയത്തിൽ പഠിച്ച ചാൾസ് സീസറും, അത് ഞാൻ അറിഞ്ഞത് ഒത്തിരി വൈകിട്ടാണ്. ഞാൻ വൈദികനായതിനു ശേഷം ഒരു ദിവസം അദ്ദേഹം എന്നെ വന്ന് കണ്ട് പറയുമായിരുന്നു, നമ്മൾ ഒരേ സമയത്ത് ഒരേ ക്ലാസ്സിൽ പഠിച്ചവരാണ്. ഞാൻ തമിഴ് മീഡിയം ആയിരുന്നു, പക്ഷെ എനിക്ക് നിങ്ങൾ അറിയാമായിരുന്നു, പക്ഷേ എനിക്ക് അവരറിയാൻ പാടില്ലായിരുന്നു. അതിന് കാരണമുണ്ട്. അപ്പം അങ്ങനെ ഒരു വലിയ കാര്യം സംഭവിച്ചു. ദൈവത്തിന് ഒത്തിരി നന്ദി പറയുന്നു. സെന്റ് സെബാസ്റ്റ്യന് അതിൽ വലിയ പങ്കുണ്ട് എന്ന് എൻ്റെ ജീവിതത്തിൽ എന്നെ ഞാനാക്കുന്ന കാര്യത്തിൽ വലിയൊരു പങ്ക് വഹിച്ച ഒരു സ്ഥാപനമാണ് സെന്റ് സെബാസ്റ്റ്യൻസ്. ഞാനിവിടെ വരാനുള്ള കാരണം എന്ന് പറയുന്നത് എൻ്റെ നാട് ഇരിങ്ങാലക്കുടയാണ്. എൻ്റെ ഫാദർ ഒരു ബാങ്ക് ഉദ്യോഗസ്ഥനായിരുന്നു. കോട്ടമൈതാനത്തുള്ള സ്റ്റേറ്റ് ബാങ്കിൽ അദ്ദേഹം ട്രാൻസ്ഫർ ആയിട്ട് വരുന്ന സമയത്ത് അവിടെ നിന്ന് പെട്ടെന്ന് ഞങ്ങൾക്ക് മാറേണ്ടി വന്നു. ഞാൻ 6ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ്, ഡിസംബർ മാസത്തിലാണ് ഞങ്ങൾ പാലക്കാട് വരുന്നത്. ജനുവരിയിൽ ഒരു പുതിയ സ്കൂളിലേക്ക് 6ാം ക്ലാസ്സിൻ്റെ പകുതിയിലേക്കാണ് ഞാൻ വന്ന് കയറുന്നത്. ഒത്തിരി ആകുലത നിറഞ്ഞൊരു ഹൃദയവുമായിട്ടാണ് ഞാൻ വന്നത്. കാരണം മുമ്പ് ഇരുന്ന സ്കൂളിലൊക്കെ ഞാൻ നന്നായി പഠിക്കുമായിരുന്നു, എല്ലാ കാര്യങ്ങളിലൊക്കെ ലീഡർഷിപ്പൊക്കെ എടുക്കുന്നതുകൊണ്ട് അവിടെയൊക്കെ നല്ല മിടുക്കനായിട്ട് അറിയപ്പെട്ടിരുന്ന ആളാണ്. അങ്ങനെ ഒരാൾ പെട്ടെന്ന് ഒരു പുതിയ സ്കൂളിലേക്ക് വരുന്നു. അവിടെ ഇനി എന്തായി തീരുമെന്ന വലിയ ആകുലതയുള്ള സമയത്ത് അന്നത്തെ HM സിസ്റ്റർ മേരി അമരിറ്റ, ഞാനും എൻ്റെ പ്രദേശത്തും 3 പേരും ഇവിടെ പഠിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളെ ഒരു ദിവസം ഒരു ഓഫീസിൽ വിളിച്ചിട്ട് കാര്യം പറഞ്ഞു, ഇത് നിങ്ങൾക്ക് പുതിയ സ്കൂളല്ല, ഇത് നിങ്ങൾക്ക് സ്വന്തം സ്കൂളാണ്, ഇവിടെ ഇരിക്കുന്ന എല്ലാവരും നിങ്ങളുടെ ആൾക്കാരാണ്. എന്നിട്ട് സിസ്റ്റർ ഞങ്ങളെ കൂട്ടിയിട്ട് ടീച്ചേഴ്സ് റൂമിലേക്ക് പോയി. ഈ ഭാഗത്ത് മറ്റായിരുന്നു തോന്നുന്നു. ടീച്ചർ റൂമിൽ പോയിട്ട് പറഞ്ഞു, ഇവർ പുതിയ വന്നിരിക്കുന്നവരാണ്, ഇവർക്ക് ഒരു അപരിചിതത്വം തോന്നാത്ത വിധത്തിൽ എല്ലാവരും. അങ്ങനെ തന്നെയായിരുന്നു ടീച്ചേഴ്സ് പിന്നീടുള്ള സമയത്ത് മുഴുവൻ പെരുമാറിയത്. 1.5 വർഷം മാത്രമേ ഞാൻ ഇവിടെ പഠിച്ചിട്ടുള്ളൂ. 6ാം ക്ലാസ്സിൻ്റെ പകുതി മുതൽ ജനുവരി, ഫെബ്രുവരി, മാർച്ച് 3 മാസം 6ാം ക്ലാസ്സിലും ബാക്കി 7ാം ക്ലാസ്സിൽ ഒരു മുഴുവൻ വർഷവും. പക്ഷേ എന്നെ ഒത്തിരി കാര്യങ്ങളിൽ വളർത്തിയ, ഒത്തിരി അനുഭവങ്ങൾ ഉണ്ടായ സമയമാണ് ഈ 1.5 വർഷം. ഒന്നാമത് തന്നെയായിട്ട് എനിക്ക് പാലക്കാട് എന്ന് പറയുന്നത്, ഞാനിപ്പോൾ പാലക്കാടിൻ്റെ സ്വന്തമാണ്. ഞാൻ പാലക്കാട് രൂപതയിൽ വൈദികനായിട്ട് പ്രവർത്തിക്കുന്ന ആളാണ്. ഞാൻ പാലക്കാട് രൂപതയിൽ ചേരാനുള്ള കാരണം ഉണ്ടായത്, ഞങ്ങൾ പാലക്കാട് ഇവിടെ എത്തിയതാണ്. പാലക്കാടിനെ സ്നേഹിക്കാൻ തുടങ്ങിയത് ഈ സെന്റ് സെബാസ്റ്റ്യൻ സ്കൂളിൽ വന്നിരുന്നുകൊണ്ടാണ്. എനിക്ക് പാലക്കാടിൻ്റെ ഒരു മണം അത് ആദ്യമായിട്ട് ഞാൻ അനുഭവിക്കുന്നത് ഈ സെന്റ് സെബാസ്റ്റ്യൻ സ്കൂളിലാണ്. ഈ സ്കൂളിൻ്റെ ഒരു ഗന്ധം അത് ഞാൻ വന്ന സമയത്ത് നോക്കുകയായിരുന്നു. അന്നുണ്ടായിരുന്ന അതല്ല ഒത്തിരി വ്യത്യാസമുണ്ട്. പക്ഷെ അന്നതിനൊരു ഈ സ്ഥലത്തിനൊരു ഒരു 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 ഗന്ധമുണ്ട്. ഞാൻ അതിനെ പാലക്കാടായിട്ട് തിരിച്ചറിയുമ്പോൾ, ഞാൻ പാലക്കാട് നിന്ന് ഓർക്കുമ്പോൾ ആദ്യം ഞാൻ ഈ സ്കൂളിൽ വന്ന് കയറിയ അനുഭവമാണ് എൻ്റെ മനസ്സിൽ വന്ന് നിറയാറ്.
ആദ്യം പഠിച്ച 2-3 വാക്കുകൾ, സ്പെഷ്യൽ പാലക്കാടൻ ലാംഗ്വേജിലുള്ള 2-3 വാക്കുകൾ ഒരാളോട് ഞാൻ പറഞ്ഞു. പിറ്റേ ദിവസം ഒരു ക്ലാസ് ടെസ്റ്റ് പറഞ്ഞു ടീച്ചർ. ഞാൻ പറഞ്ഞു, ഇത് ഞാനിവിടെ പഠിച്ച സ്കൂളിൽ ഇത്രയും കവർ ചെയ്തിട്ടില്ല, എനിക്ക് ഒരു ദിവസവും തരാമോ, ഞാനത് നോട്ട് എഴുതി തിരിച്ചു തരാം. ആൾ ഉടനെ പറഞ്ഞു അയ്യേ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു എന്താ കളിയാക്കാൻ പാകത്തിന് എന്താ ഉള്ളത്. പിന്നെ മനസ്സിലായി അയ്യേ എന്ന് പറഞ്ഞാൽ ഇല്ല, നോ എന്നാണ് അർത്ഥം. പിന്നെന്തോ പറഞ്ഞു കർമ്മം എന്ന് പറഞ്ഞു. അപ്പോൾ കർമ്മം എന്ന് പറഞ്ഞാൽ നമുക്ക് വലിയ അർത്ഥമാണ്, പക്ഷെ ഇവിടെ നമുക്ക് അർത്ഥം വളരെ വേറെ അർത്ഥമാണ്. പിന്നെ എൻ്റെ ഒരു കൂട്ടുകാരൻ എന്നെ ഇൻ്റർവെല്ലിൽ വിളിച്ചിട്ട് പറഞ്ഞു നമുക്ക് കൊയ്യാപ്പഴം കഴിക്കാൻ പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ കൊയ്യാപ്പഴം കഴിക്കാൻ വേണ്ടി ഞങ്ങൾ പുറത്തിറങ്ങിയ സമയത്ത് ഗേറ്റിൻ്റെ അപ്പുറത്ത് പേരയ്ക്ക അതിങ്ങനെ മുറിച്ച് കൊടുക്കുന്ന ഒരാളവിടെ ഇരിപ്പുണ്ട്. കൂട്ടത്തിൽ ചേരുപ്പഴം എന്ന് പറഞ്ഞ് കശമാങ്ങി ഇരിപ്പുണ്ട്. അതെനിക്ക് വാങ്ങി തന്ന കൂട്ടുകാരനെ ഞാൻ സ്നേഹത്തോടെ ഓർക്കുകയാണ്. അപ്പം അങ്ങനെ ഒത്തിരി പാലക്കാടിൻ്റെ സ്വന്തമായിട്ട് ഞാൻ മാറി. എനിക്ക് തമിഴ് പെട്ടെന്നൊരു ഇഷ്ടം തോന്നി. അന്നിട്ട് അത് സിൽവി എന്ന് പറഞ്ഞ സിസ്റ്റർ പറ്റുന്ന ഒരു വലിയ താല്പര്യത്തോടെ ഞാൻ ഈ കാര്യം പറഞ്ഞപ്പോൾ ആള് എനിക്കൊരു തമിഴ് മീഡിയത്തിലുള്ള ഒരു സുഹൃത്തിനെ പരിചയപ്പെടുത്തി തന്നു. അവൻ എനിക്ക് ആൽഫബറ്റ്സും ഒക്കെ ഞങ്ങൾ ഇങ്ങനെ ഉച്ചനേരത്ത് ഇതിപ്പോൾ കൈമാറും. ഞാൻ അങ്ങനെ എൻ്റെ തമിഴ് പഠനം എൻ്റെ 6ാം ക്ലാസ്സിൻ്റെ അവസാനമാകുമ്പോഴേക്കും ആൽഫബറ്റ്സ് മുഴുവൻ പഠിച്ചു തീർത്തു. പിറ്റേ വർഷം എനിക്ക് എഴുതാനും വായിക്കാനും പറ്റും, സംസാരിക്കാൻ പറ്റില്ല, അതിൻ്റെ തമിഴ് കാര്യം അറിയാൻ പാടില്ല. അതിൻ്റെ തമിഴ് ആരംഭം നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഞാനിപ്പോൾ എനിക്ക് കഞ്ചിക്കോട് എലിപ്പാറ 2 പള്ളിയുണ്ട്. എലിപ്പാറ അത് അധികം ഒരു തമിഴ് ബെൽറ്റാണ്. എല്ലാ വെള്ളിയാഴ്ചയും ഞാൻ കുർബാന അർപ്പിക്കുന്നത്, തിരുപ്പലി അർപ്പിക്കുന്നത് ഞാൻ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഞാൻ തമിഴിലാണ് കുർബാന അർപ്പിക്കുന്നത്. ടോക്ക് കൊടുക്കാനും പറ്റില്ല, ഞാൻ തമിഴിലാണ് കുർബാന അർപ്പിക്കുന്നത്. അതിനുള്ള സ്നേഹം എനിക്ക് മുള പൊട്ടിയത് സെൻറ്റ് സെബാസ്റ്റ്യനിലാണ്. എൻ്റെ പേര് ആദ്യമായിട്ട് പത്രത്തിൽ അടിച്ചു വന്നത് ഞാനിവിടെ വിദ്യാർത്ഥി ആയതുകൊണ്ടാണ്. അതിന് കാരണമായത് സീഷൽ വർക്ക് എന്ന് പറഞ്ഞൊരു കാര്യം മത്സര ഐറ്റമായിട്ടുണ്ട്. അതിൽ ഞാൻ പങ്കെടുത്തത് കൊണ്ടാണ്. അതിൽ ഉപജില്ലയിലോ ജില്ലയിലോ അല്ലേ, ഉപജില്ലയിൽ പോയിട്ട് സമ്മാനം കിട്ടിയപ്പോൾ അത് സ്കൂളിൽ നിന്ന് പേപ്പറിൽ കൊടുത്തപ്പോൾ അത് പേപ്പറിൽ എൻ്റെ പേരടിച്ചു വന്നു. അതെനിക്ക് ഒത്തിരി സന്തോഷമായ കാര്യമാണ്. ഇങ്ങനെ ഒത്തിരിയേറെ കാര്യങ്ങൾ ടീച്ചർമാർ ഈ സീഷ്യൽ വർക്കിന് വേണ്ട ഈ കക്ക എന്താ പറയുക അതിൻ്റെ അത് ഷെല്ലുകൾ അതൊന്നും കിട്ടാനില്ല. ടീച്ചർമാർ 2-3 ടീച്ചർമാർ എനിക്ക് തോന്നുന്നത് അവർ വീട്ടിലെ അത് കർട്ടനൊക്കെ ഉപയോഗിക്കുന്ന ആ തരത്തിൽ ഇങ്ങനെ തൂക്കിയിടുന്ന ഈ ഷെല്ലുകൊണ്ടുള്ള കർട്ടൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഊരിക്കൊണ്ട് വന്നിട്ട് ടീച്ചർമാർ അതൊക്കെ സ്നേഹത്തോടെ എനിക്ക് ഊരി തന്നു. അതൊക്കെ കൊണ്ടുപോയിട്ടാണ് ഞാൻ ആ വർഷത്തിൽ 1987 മാർച്ചിൽ ഈ സ്കൂൾ വിട്ട് പോകുമ്പോൾ ആ വർഷത്തെ ബെസ്റ്റ് ഔട്ട് ഗോയിങ് സ്റ്റുഡൻ്റ് ആവാനുള്ള ഭാഗ്യം എനിക്കാണ് കിട്ടിയത് എന്നുകൂടി ഞാൻ സന്തോഷത്തോടെ ഓർക്കുകയാണ്. ഞാൻ പിന്നീട് പട്ടം കിട്ടിയതിന് ശേഷം ഒരു സ്കൂൾ ആരംഭിച്ചു. തത്തമംഗലടുത്ത് പൂന്നേരം അവിടെ സെൻറ്റ് മേരീസ് സ്കൂൾ ഇവിടെ ആരംഭിച്ച സമയത്ത് ഞാൻ അവിടെ ഏർപ്പെടുത്തിയ ആദ്യത്തെ ഒരു അവാർഡ് ഇതാണ്, ബെസ്റ്റ് ഔട്ട് ഗോയിങ് സ്റ്റുഡൻറ്റ് അവാർഡ്. കാരണം സെൻറ്റ് സെബാസ്റ്റ്യനിൽ നിന്ന് എനിക്ക് കിട്ടിയ സ്നേഹത്തിൻ്റെ അടയാളം അത് അവരുടെ കൂടെ ഇരിക്കട്ടെ എന്ന് കരുതിക്കൊണ്ടാണ് അങ്ങനൊരു കാര്യം അവിടെ ആരംഭിക്കാൻ ഇടവന്നത്. ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഓർമ്മകളിൽ ഇങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ ചേർന്ന് വരുന്ന സമയത്ത് ഇവിടെ ഫിലിം ഡയറക്ടർ ശ്യാം പ്രസാദ് ഒരു ചേട്ടനെ പോലെയാണ്. കാരണം സീനിയറായിട്ട് പഠിച്ചു പോയവരൊക്കെ ചേട്ടന്മാരാണല്ലോ. അങ്ങനെയാണെങ്കിൽ ചേട്ടനാണ് ശ്യാം പ്രസാദ് സാർ. ഞാൻ ആദ്യമായിട്ടൊരു നാടകത്തിൽ ഞാൻ പ്രസംഗം പറയുമായിരുന്നു. ഇവിടെ ടീച്ചർമാർ എന്നെ ഓഗസ്റ്റ് 15 എല്ലാ കാര്യത്തിലും പ്രസംഗം പറയാൻ ആരോ വേണ്ടത് ഉടനെ ഇവർ തന്നെ പറയും എന്നാൽ ടോം ചാൾസ് പറയട്ടെ. അങ്ങനെ ഞാൻ പ്രസംഗങ്ങൾക്ക് ഇഷ്ടംപോലെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എനിക്ക് ആദ്യമായിട്ട് നാടകം കളിച്ചത് ഇവിടെയാണ്. മാതൃഭൂമി സ്റ്റഡി സർക്കിളിൻ്റെ ഒരു നാടക മത്സരം എനിക്ക് ഇവിടുത്തെ മോയിൻസ് സ്കൂളിലെ മറ്റുമാണ് നടന്നത്. അപ്പം അതിൽ സ്നാപക യോഹന്നാൻ എന്ന് പറഞ്ഞൊരു നാടകമാണ് കളിക്കാനുള്ളത്. അപ്പം അതിന് ഒരിക്കലും നാടകം കളിച്ചിട്ടില്ലാത്ത തന്നെ സ്നാപക യോഹന്നാനായിട്ട് അവർ അഭിനയിക്കാൻ വേണ്ടിയിട്ട് എന്നെ തിരഞ്ഞെടുത്തു. ആ നാടകം ആ വർഷത്തിൽ അവിടെ പോയി അവിടെ 1ാം സ്ഥാനം വാങ്ങിയിട്ടാണ് ഈ സ്നാപക യോഹന്നാൻ നാടകം മടങ്ങി വന്നത് എന്ന കാര്യം ഓർക്കുകയാണ്. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ അതിൻ്റെ ഒരു ഫോട്ടോ, ഞാൻ ഇല്ലാത്ത ഭാഗത്തിൻ്റെ ഒരു ഫോട്ടോ ആരോ ഇട്ടിരുന്നു. ഞാൻ ചോദിച്ചു അതിൻ്റെ വേറെ ഫോട്ടോസ് ഉണ്ടോ, പക്ഷെ അത് കിട്ടിയില്ല. അപ്പം അങ്ങനെ സ്നാപക യോഹന്നാനും നാടകവും ഞാൻ കളിച്ചിട്ടുണ്ട്. ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് ഇത്രയും ഓർമ്മകൾ നേരത്തോട് സൂചിപ്പിച്ചതുപോലെ ഓർമ്മകൾ ഉണ്ടായിരുന്നാൽ മാത്രമേ നമുക്ക് ബന്ധം ഉണ്ടാവുള്ളൂ, ആർദ്രത ഉണ്ടാവുള്ളൂ, എപ്പോഴും കൂടെ ചേർത്ത് പിടിക്കാനുള്ളൊരു താല്പര്യം ഉണ്ടാവുള്ളൂ. അപ്പം എൻ്റെ ഉള്ളിൽ 1.5 വർഷം കൊണ്ട് പാലക്കാടിനെ കുറിച്ച് ഇവിടുത്തെ ആളുകളെ കുറിച്ച് എല്ലാ ആവശ്യങ്ങളെ കുറിച്ചൊക്കെ ഒത്തിരി സ്നേഹത്തോടു കൂടിയ സ്മരണകൾ നിറയ്ക്കാൻ വേണ്ടി സെൻറ്റ് സെബാസ്റ്റ്യൻ മുത്തച്ഛന് സാധിച്ചിട്ടുണ്ട്. ഈ സ്കൂളിനെ കുറിച്ചിട്ട് ടീച്ചർ പറയുമായിരുന്നു അത് കേരളത്തിൽ തന്നെ ഏറ്റവും പഴക്കം ചെന്ന 2ാമത്തെ സ്കൂൾ ആയിരിക്കാനാണ് സാധ്യത എന്ന് പറഞ്ഞത്. കേരളത്തിൽ തന്നെ ഏറ്റവും പഴക്കം ചെന്ന 2ാമത്തെ സ്കൂൾ, പാലക്കാട് ഉള്ളതിലെ ഏറ്റവും പഴക്കം ചെന്ന സ്കൂൾ.
നമ്മൾ ഇംഗ്ലീഷിൽ ഇവിടെ ആയിരിക്കുന്ന സമയത്ത് കോംപ്രിഹെൻഷന് വേണ്ടി ഇങ്ങനെ പഠിപ്പിച്ച് എഴുതി തരും. അതായത് സെൻറ്റ് സെബാസ്റ്റ്യൻ സ്കൂൾ ഈസ് സിറ്റുവേറ്റഡ് ഇൻ ദ ഹാർട്ട് ഓഫ് പാലക്കാട് സിറ്റി. പക്ഷെ നമ്മളിപ്പോൾ തിരിച്ചറിയുകയാണ് ഇത് നോട്ട് സിറ്റുവേറ്റഡ് ഇൻ ദ ഹാർട്ട് ഓഫ് പാലക്കാട് സിറ്റി ബട്ട് ഇറ്റ് ഈസ് ദ ഹാർട്ട് ഓഫ് പാലക്കാട് സിറ്റി. അത്രയും വലിയ ഹൃദയമാണ് ശരിക്കും പറഞ്ഞാൽ പാലക്കാടിൻ്റെ മുഴുവൻ ഹൃദയമാണ് സെൻറ്റ് സെബാസ്റ്റ്യൻ സീനിയർ ബേസിക് സ്കൂൾ. ഞാൻ നിർത്തുകയാണ്. എനിക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷേ സമയം അധികരിക്കുന്നതുകൊണ്ട് ഒത്തിരി പേർക്ക് പറയാനുള്ളത് കൊണ്ടും എല്ലാവരോടും പ്രത്യേകിച്ച് എന്നെ പ്രോത്സാഹിപ്പിച്ച, ഞാൻ വൈദികനാണെന്നുള്ള ആഗ്രഹം അന്ന് കാലത്ത് ടീച്ചർമാർക്ക് ഒത്തിരി പേർക്ക് അറിയാമായിരുന്നു, എൻ്റെ കൂട്ടുകാർക്ക് ഒത്തിരി പേർക്ക് അറിയാമായിരുന്നു. അവരെല്ലാവരും പ്രോത്സാഹിപ്പിച്ചു. അവർ ചിലരൊക്കെ എൻ്റെ പേര് കണ്ട സമയത്ത് അവർ ഉടനെ വിളിച്ച് ചോദിച്ച കാര്യം ഇതാണ്, അന്ന് പറഞ്ഞതുപോലെ ഫാദറായോ എന്നാണ് എന്നോട് ഈ വാട്സപ്പ് കണ്ട പലരും എന്നോട് ചോദിച്ചത്. എനിക്ക് ഒത്തിരി സന്തോഷം തോന്നിയ കാര്യമാണ്. എല്ലാ ടീച്ചർമാർക്കും ഒരുമിച്ച് ഞാൻ പേരൊന്നും പറയണില്ല, എല്ലാവരെയും ഒരിക്കൽ കൂടി സ്നേഹത്തോടു കൂടി നന്ദി പറയുന്നു. ഒരാളുടെ മുമ്പിലും രണ്ടുപേരുടെ മുമ്പിലും പ്രത്യേകിച്ച് ശ്രമിക്കാതെ വയ്യ. ഒന്ന് സിസ്റ്റർ മേരി എമരിറ്റ, പ്രിൻസിപ്പൽ സിസ്റ്ററായിരുന്നു, സിസ്റ്ററായിരുന്നു സിസ്റ്റർ. രണ്ട്, ജസീന്ത എന്ന് പറഞ്ഞൊരു പാട്ട് ടീച്ചർ ഉണ്ടായിരുന്നു. എനിക്ക് പാട്ട് പാടാൻ ഒട്ടും അറിയാൻ പാടില്ല. പാട്ട് ടീച്ചർ ക്ലാസ്സിലധികം എനിക്ക് അങ്ങനെ പാട്ട് പാടാൻ വന്നിട്ടില്ല. പക്ഷേ ഞാൻ പട്ടം കിട്ടി കഴിഞ്ഞാണല്ലോ, അച്ഛനായി കഴിഞ്ഞാൽ പാട്ട് കുർബാനയ്ക്ക് ഇഷ്ടം പോലെ പാടണം. എൻ്റെ പാട്ടൊക്കെ വളരെ മോശം. അപ്പോഴത്തെ ഞാൻ ഈ ടീച്ചർ ഓർക്കും, ദൈവമേ അന്ന് മര്യാദയ്ക്ക് എന്തെങ്കിലും നല്ല വാക്ക് നന്നായി പഠിച്ചിരുന്നെങ്കിൽ നന്നായിട്ട് പാടാമല്ലോ. എന്തായാലും വേണ്ടില്ല ടീച്ചറെ പിരിഞ്ഞ് കണ്ടിയ കാര്യം പറഞ്ഞു. ടീച്ചർ പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല, പാടിയോട് തെളിഞ്ഞോളും. അങ്ങനെ ഞാൻ പാടിയപ്പോൾ നല്ലോണം പാട്ടൊക്കെ പാടും കേട്ടോ. ഇപ്പം ഞാൻ ഇരിക്കുന്ന പള്ളി കഞ്ചിക്കോട് പള്ളിയാണ്. ഈ ജസീന്ത ടീച്ചറുടെ ഇടവ പള്ളിയാണ് കഞ്ചിക്കോട് പള്ളി. അപ്പോൾ അവർക്ക് അനുസ്മരണ കുർബാനകളൊക്കെ പാടി പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ തമ്പുരാൻ നിയോഗിച്ചിരിക്കുന്നത് എന്നെയാണ്. അപ്പോൾ ഈ വേർപിരിഞ്ഞു പോയ ഈ രണ്ട് വലിയ വ്യക്തിത്വങ്ങളുടെ മുമ്പിൽ കൂടി ശിരസ്സമിച്ചുകൊണ്ടും എല്ലാവർക്കും എല്ലാവിധ മംഗളങ്ങൾ ആശംസിച്ചുകൊണ്ടും നമ്മുടെ ഈ അലുമിനി അസോസിയേഷൻ രൂപീകരിച്ചും ഒത്തിരി കാര്യങ്ങൾ വികസന പ്രവർത്തനങ്ങളിൽ സഹകരിച്ചും അങ്ങനെ സെൻറ്റ് സെബാസ്റ്റ്യൻ 200ാം വാർഷികം ആവുമ്പോഴേക്കും അപ്പോൾ നമ്മളെല്ലാവരും ഉണ്ടാകുമെന്ന് പറഞ്ഞ ആ വാഗ്ദാനം അത് സ്വീകരിക്കുകയാണ്. 200ാം വാർഷികത്തിൽ അത് വീണ്ടും ഒരുമിച്ച് കൂടി വലിയ മഹത്തായ കാര്യങ്ങൾ കണ്ട് ദൈവത്തിനെ മഹത്വപ്പെടുത്താൻ വേണ്ടിയിട്ട് കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥന വേണമെന്ന് നേരത്തെ ടീച്ചർ പറഞ്ഞതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്. കർത്താവ് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് വേണ്ട എല്ലാ പ്രാർത്ഥനകളും ആശംസകളും നേരുന്നു. ഇവിടെ പഠിച്ചു പോയ എല്ലാ വിദ്യാർത്ഥികൾക്കും വേണ്ടിയിട്ട് ഒരിക്കൽ കൂടി സ്കൂളിനും അധ്യാപകർക്കും കൂട്ടുകാർക്കും വളർത്തിയ എല്ലാവർക്കും ആയിരം നന്ദി. ജയ് സെൻറ്റ് സെബാസ്റ്റ്യൻ.